أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيدنا ومولانا محمد خاتم الأنبياء ومعلم البشرية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. വേദിയിൽ പുരുഷരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ഇവിടുത്തെ ദർസിന് നേതൃത്വം കൊടുക്കുന്ന തായത്താനി ഉസ്താദവറുകളെ, സദസ്സിലെ സഹൃദയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, ഇത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഉമറാക്കളുടെ ഒരു കൂട്ടായ്മയാണ്, കൂടിച്ചേരലാണ്. ഉമറാക്കളുടെ എണ്ണം അതോ ഇനി തലയിൽ കിട്ടിയ ഉമറാക്കളാണോ എന്നറിയില്ല. ഏതായാലും ചിലപ്പോൾ ഉമറാക്കൾ ഉലമാവും ഉമറാവും ഒരുമിച്ചാകലുണ്ടല്ലോ, തലയിൽ കിട്ടിയ ഉമറാക്കളായിരിക്കാം. ഏതായാലും ഉമറാക്കള് ഇവിടെ ഒരു കോൺഫറൻസ്, ഒരു കൂടിച്ചേരലാണെന്നുള്ളത് കൊണ്ട്, അതേസമയം മുമ്പിലിരിക്കുന്നത് അധികവും വിദ്യാർത്ഥികളും അതുപോലെ പിന്നെ ഉലമാക്കളും ഒക്കെയാണെന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോ എല്ലാവരെയും മുമ്പിൽ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മതവിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത, താല്പര്യക്കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തില്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാതരം വിജ്ഞാനത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അറിവ്, ഇൽമ് എന്നൊക്കെ പറയുന്നത് മനുഷ്യന് ജീവിതം പഠിപ്പിക്കുന്ന അറിവിനെ പറ്റിയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അറിവിനും അതിൻ്റെ വാല്യൂ ഉണ്ട്. അല്ലെ, പോലീസ് നായനെ കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് ഒരു പിന്നിലും നായ മുന്നിലും, കാരണം വിവരമുള്ള നായതുകൊണ്ട് ആ നായിന്റെ ഉയരത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതിൻ്റെ അർത്ഥം, ഞാനൊരിക്കല് അരീക്കോടുള്ള സമയത്ത്, അരീക്കോട് താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഒരു ഇടയ്ക്ക് കൂടി ഇങ്ങനെ പോരാ. അപ്പോണ്ട് ഒരു മൂന്നാല് പെണ്ണുങ്ങൾ നിന്നിട്ട് കരയണ്. ഒരാടും ഉണ്ട്, ആടും കരയുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചാൽ എന്താ ഇത് ആടും ആളുകളും ഒക്കെ കരയണു ചോദിച്ചു. ഈ ആടിന്റെ തൊണ്ടയിലെന്തോ കുടുങ്ങിയിരിക്കുന്നത്, ഇപ്പൊ ചാവുമല്ലോ എന്ന് പറഞ്ഞു. ചാവുമല്ലോ എന്ന് പറഞ്ഞാൽ ഒളിച്ചിട്ട് ആട് ചാകാതെ പുര അടുക്കളയിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എടുത്തോണ്ടിരുന്ന വെളിച്ചെണ്ണ എടുത്തോണ്ട് ആടിന്റെ തൊള്ളിയിൽ കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് തടവി കൊടുത്തു. ആടൊന്ന് കുറഞ്ഞാണ്ട് കയറിപ്പോയി, പെണ്ണുങ്ങളപ്പുറത്തും കയറിപ്പോയി. അപ്പൊ ഇതൊരു വിവരല്ലേ? ഈ വിവരമില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആട് ചാവൂലേ? അപ്പൊ എല്ലാ വിവരത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ മുസ്ലിം സമുദായത്തിന് അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിന് പോലും പ്രാധാന്യം കുറഞ്ഞ് മദ്രസയിൽ തന്നെ കുട്ടികൾ വേണ്ടത്ര പോകാത്ത സ്ഥിതി, അതിനൊന്നും വലിയ പ്രാധാന്യമില്ലാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് മുസ്ലിം സമുദായത്തിന് ഇതിന്റെ പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത്. അത്തരം സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തുള്ള ഇത്ര വളരെ കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്ന വളരെ സമൃദ്ധമായ തരത്തിലുള്ള ഒരു ദർസ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദർസിലൂടെ പഠിപ്പിക്കപ്പെടുന്ന വിവരമാണ് യഥാർത്ഥത്തിൽ വിവരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള വിവരത്തിനൊക്കെ വാല്യൂ ഉണ്ട്, പക്ഷെ അതിനല്ല ഒന്നാമത്തെ വാല്യൂ. പക്ഷെ നമ്മളെ സമുദായം അങ്ങനെ മനസ്സിലാക്കണില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഗവൺമെന്റ് ഈ കുട്ടികളൊക്കെ എസ് എൽ സിയിൽ തോറ്റിട്ട് ചില കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തപ്പോഴാണല്ലോ നമ്മളെ SLCന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ തോറ്റൊന്നും പറയില്ല, ജയിച്ചൊന്നും പറയില്ല, പാസ്ഡും അല്ല ഫെയിൽഡും അല്ല. പിന്നെന്താണ് പിന്നെ ഓരോ കുട്ടികൾക്കും ഇത്ര ഗ്രേഡ് കിട്ടിയെന്നാ പറയാം. അതിന്റെ അർത്ഥം ചിലപ്പോൾ തോറ്റു തന്നെയാവും, അല്ലെങ്കിൽ ജയിച്ചു തന്നെയാവും. ഉപരിപഠനത്തിന് പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ തോറ്റു തന്നെയല്ലേ. പക്ഷെ തോറ്റു എന്നുള്ള പദം പറഞ്ഞാല് അത് കുട്ടികളെ വല്ലാതെ മനസ്സിനെ ബാധിക്കുള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യാണ്. അതുകൊണ്ട് അങ്ങനെ പറയണ്ട, നമുക്ക് ഫെയിൽഡും വേണ്ട പാസ്ഡും വേണ്ട, നമുക്ക് ഗ്രേഡ് ആക്കാന്നുള്ള ആൾക്കാരെ ഗവൺമെന്റ് ഇനി ഗ്രേഡ് സമ്പ്രദായം കൊണ്ടുവന്നു. ഇപ്പൊ എല്ലാറ്റിലും ഗ്രേഡ് സമ്പ്രദായം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താ കുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടല്ലേ? മദ്രസയിൽ തോറ്റിട്ട് ഏതെങ്കിലും കുട്ടി ആത്മഹത്യ ചെയ്ത് നിങ്ങൾ കേൾക്കണോ? മദ്രസയിൽ തോറ്റിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യില്ല. കാരണം അത് ആത്മഹത്യ ചെയ്യൽ മദ്രസയിൽ തെറ്റാന്ന് പഠിച്ചതോടൊന്നുമല്ല. മദ്രസയിൽ തോറ്റാരും ചീത്തറയുണ്ടാവില്ല,
സ്കൂളിൽ കയറ്റിട്ടുണ്ടെങ്കിൽ വാപ്പി ഇമ്മയും ചീത്താറി, നാട്ടുകാരും ചീത്താറി, ചങ്ങായിമാരും എല്ലാവരും ചീത്താറി. പക്ഷെ മദ്രസയിൽ തോറ്റ അത് സാരല്ല മദ്രസയിലല്ലേ അറിയും, അത് സാരല്ല മദ്രസയിലല്ലേ. അപ്പൊ എന്താ, മതവിജ്ഞാനത്തിന്റെ നേരെയുള്ള സമീപനത്തിൽ വന്ന വ്യത്യാസമാണ്. ഞാനൊക്കെ ചെറിയ കുട്ടീന്റെ സമയത്ത് ഉമ്മ പറയും, ഉമ്മാന്റെ കുട്ടീന്ന് മദ്രസയ്ക്ക് പോയിക്കോ സ്കൂളിൽ പോകണ്ട പറയും. അതെന്താ, ബാപ്പ പണിക്ക് പോയിട്ടുണ്ടാവും, ബാപ്പ പാടത്തേക്കോ പറമ്പിക്കോ പണിക്ക് പോയിട്ടുണ്ടാവും, ബാപ്പാക്ക് കഞ്ഞി കൊണ്ടേ കൊടുക്കണം. കഞ്ഞി കൊണ്ടേ കൊടുക്കണമെങ്കിൽ നമ്മൾ മദ്രസ സ്കൂൾക്ക് പോകണ്ട, ഉച്ചക്കാണല്ലോ കൊണ്ടേ കൊടുക്കേണ്ടി വരിക. അപ്പൊ ഉമ്മാരുടെ മദ്രസയ്ക്ക് പോയിക്കോ, മദ്രസ മുടക്കണ്ട, സ്കൂളിലേക്ക് ഇപ്പൊ ഒന്നും പോയിട്ടില്ലേലും വേണ്ടില്ല അറിയും. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഇന്നത്തെ കാലത്ത് മദ്രസയ്ക്ക് കുട്ടികൾ പോകണവും പോകാതെക്കണോ അവർക്ക് പ്രശ്നം തന്നെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുട്ടി എന്നാണ് ഉമ്മാനോട് പറയും ഞാൻ ഇനി മദ്രസയ്ക്ക് പോകില്ല പറയും. അപ്പൊ പണ്ടത്തെ ഇപ്പോഴത്തെ തമ്മിൽ വ്യത്യാസമുണ്ട്. പണ്ടത്തെ മേലും പറയും മദ്രസയ്ക്ക് പോകില്ല, ഞാൻ കൊണ്ടേക്കുന്നതാണ് ചുള്ളലെടുത്താണ് നടക്കണ മദ്രസയ്ക്കാരനെ കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോഴത്തെ അമ്മയാണെങ്കിലോ മദ്രസയ്ക്ക് പോലാറിന അജു പോലാറിനപ്പോ ഞാനെന്താ കാട്ടുന്ന തിരികും ചെയ്യും. ഇപ്പോഴത്തെ അമ്മ അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല കുട്ടികളെ. അപ്പൊ എന്താ, ഒക്കെ സൈക്കോളജിക്കലായിട്ടില്ലേ ഇപ്പൊ അമ്മമാരൊക്കെ മനഃശാസ്ത്രപരമായിട്ട് കുട്ടികളോട് പെരുമാറില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല, കുട്ടിന്റെ ഇഷ്ടം അനുസരിച്ചാവണം എന്നാണ് അത്ര ഇപ്പോഴത്തെ മനഃശാസ്ത്രം അങ്ങനെയാണല്ലോ. അപ്പൊ അന്നേക്ക് അങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട്, ഞാൻ ഉദാഹരണം പറയാം, 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ കുട്ടിന്റെ മദ്രസ മുടങ്ങി. 7ാം ക്ലാസ്സിൽ എത്തിയാലേ ചിലപ്പോൾ അവർക്ക് എത്തലൊന്നുമില്ല. അങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് മദ്രസ മുടങ്ങി. എന്നിട്ട് പിന്നെ ചെന്നുകാണ്ട് പിന്നെ കുട്ടിയോട് മദ്രസ സ്കൂൾക്ക് ഉഷാറായിട്ട് പോകാൻ തുടങ്ങി. പാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ചെറുക്കൻ സ്കൂൾ മദ്രസയിൽ പോകണില്ലേ ചോദിച്ചു. ഇപ്പൊ മദ്രസയ്ക്ക് പോകണില്ല, സ്കൂൾക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഉമ്മ. അപ്പോ എന്താവും മദ്രസയ്ക്ക് പോകാത്തത്, ഓന് സ്കൂളിൽ അസൈൻമെന്റ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്, അങ്ങനെ പലത് എഴുതാനൊക്കെ ഉണ്ട്. ഓന് രണ്ടിനും പാടൊന്നും സമയമില്ല, ഓടും പോണില്ല, ഓടും ഓനെ കൊണ്ട് കഴിച്ചില്ലായിരുന്നു. അനന്തവട്ടിന് ഞാൻ ഇവിടെയല്ലേ അറിയും, ഇപ്പരവിടെയല്ലേ. അപ്പൊ അതുകൊണ്ട് ഓന്റെ മദ്രസയിൽ നിന്ന് മദ്രസ തുടങ്ങിയിട്ട് പിന്നെ സ്കൂളത്തെ നന്നായിട്ട് പഠിച്ചു, ഉഷാറായിട്ട് പഠിച്ചിട്ട് SLCന്റെ റിസൾട്ട് വന്ന സമയത്ത് എല്ലാറ്റിലും ചെറുക്കൻ A+ കണ്ടതോടുകൂടി റോഡിന്റെ അകത്തൊക്കെ ഫ്ലക്സ് പൊന്തി അവന്റെ ചിത്രമുള്ള ഫ്ലക്സ് ഒക്കെ പൊന്തി നാട്ടുകാരും വീട്ടുകാരൊക്കെ കൂടെ അവനെ അഭിനന്ദിക്കാൻ തുടങ്ങി, അവനെ ആശംസിക്കാൻ തുടങ്ങി, അനുമോദിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും ആശംസ അവനെ പൊതിയാൻ തുടങ്ങി. വീട്ടുകാരും കുടുംബക്കാരൊക്കെ പാടെ ബിരിയാണിയൊക്കെ വെച്ചാണ്ട് അവന്റെ വിജയം ആഘോഷിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഓരോ ക്ലബ്ബുകളും വന്നാണ്ട് അവന്റെ പിന്നിൽ അണിനിരന്നു. എനിക്ക് എന്താ പഠിക്കേണ്ടത് ചോദിച്ചാൽ ഞങ്ങളും സഹായിച്ചോളാം എന്ന് പറഞ്ഞാണ്ട് തിരക്കൂട്ടാൻ തുടങ്ങി. ഒക്കെ നടന്നു. അങ്ങനെ SLC ഉഷാറായിട്ട് ജയിച്ചല്ലോ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് SLCക്ക് ശേഷം +1 പഠിക്കാൻ തുടങ്ങി. +2 പഠിച്ചു. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും A+ ചെറുക്കും നല്ല ബുദ്ധിയുള്ളവരാണ്, സാമർഥ്യമുള്ളവരാണ്, പഠിക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെ +2ലും അതേപോലെ തന്നെ ഇനി എന്താ പഠിക്കേണ്ടത്, പിന്നെ ഡിഗ്രിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഡിഗ്രി പഠിച്ച ഡിഗ്രിന്റെ റിസൾട്ട് വന്നപ്പോൾ ഉഷാറായി, എല്ലാറ്റിലും നല്ല മാർക്കോടുകൂടി ജയിച്ചു. ബാപ്പ ചോദിച്ചു, ഇനി ബാപ്പാനോടിക്ക് എന്താ പഠിക്കേണ്ടത്, ഇനി IAS വേണമെന്ന് പറഞ്ഞു. IAS പറഞ്ഞാൽ മുന്തിയതല്ലേ. ഇന്ത്യ രാജ്യത്ത് 27 തരത്തിലുള്ള ഏറ്റവും മുന്തിയ ജോലി IAS കൂട്ടുന്ന അതിന് സെലക്ട് ചെയ്യുക. അപ്പൊ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മുന്തിയ ഉദ്യോഗക്കാരൊക്കെ IAS ആയിക്കോട്ടെ, IASന് പോയിക്കോ. അങ്ങനെ IASന്റെ കോച്ചിങ്ങിന് പോയി. IASന്റെ കോച്ചിങ് ഉഷാറായിട്ട് പോയി. കോച്ചിങ് ഒക്കെ നന്നായിട്ട് കിട്ടി, പഠിച്ച് IASന്റെ ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിമിനറി പാസ്സായി. വീണ്ടും പഠിച്ച് IASന്റെ രണ്ടാമത്തെ ഘട്ടമായ പിന്നെ മെയിൻ പാസ്സായി. മൂന്നാമത്തെ ഘട്ടമായ ഇന്റർവ്യൂ അങ്ങനെ പെട്ടെന്ന് പാസ്സാവില്ല, നല്ല ബുദ്ധിമുട്ടേ കാരണം. അതും തന്നെ കോച്ചിങ് ഒക്കെ കൊടുത്ത് കിട്ടിയിട്ട് നെറ്റിന്റെ മുമ്പിൽ ഇരുന്നിട്ട് രാത്രി ഉറക്കൊഴിച്ചിട്ട് വായിച്ചിട്ട് ലൈബ്രറി പോയിട്ട് അങ്ങനെ ഒരു ഉസ്താറായിട്ട് പഠിച്ചുകൊണ്ട് അവസാനം IASന്റെ ഇന്റർവ്യൂ പാസ്സായി. IASന്റെ ഇന്റർവ്യൂ പാസ്സായിട്ട് IAS കാരനായി ജില്ലാ കലക്ടർ, മലപ്പുറം ജില്ലാ കലക്ടറായി. മലപ്പുറം ജില്ലാ കലക്ടറായതോടുകൂടി ഗൾഫിൽ നിന്ന് പാപ്പ ഒരൊറ്റ പോരല്, ഞാൻ എന്തിനാ അവിടെ എന്റെ കുട്ടി കലക്ടറേക്കണ കാരണം, ഞാൻ അവിടെ പേരും കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല, എന്റെ മോനല്ലേ കലക്ടറേക്കണ കാരണം ഉപരി വന്നു. ചെറുക്കണ കൊണ്ട് നല്ല പെണ്ണൊക്കെ കെട്ടിച്ചു, പെരയൊക്കെ വലിയതാക്കി, അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ച് ഇങ്ങനെ ഒരു ജില്ലാ കലക്ടറല്ലേ, ജില്ലാ കലക്ടറിന് ഇടക്കൊക്കെ പൂരേക്കൊലായ്മ ഒരു കാൽച്ചായം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാരണം പേപ്പറിൽ ഫോട്ടോ കൊണ്ട് വെക്കണ്ടല്ലേ, കലക്ടർ നമ്മളെ മോനാന്നൊക്കെ പറഞ്ഞ് പൂരേക്കൊലായ്മെന്ന് ഒക്കെ നല്ലത് തന്നെ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് സുഖമില്ലാതായി, വാപ്പാക്ക് വെച്ചാതായി, വാപ്പ മരിച്ചു. പിന്നെ ജില്ലാ കലക്ടറായിട്ട് മകൻ അങ്ങനെ വിലസി ഇങ്ങനെ ഉസാറായിട്ട് അങ്ങനെ ജില്ലാ കലക്ടറല്ലേ, എവിടെ കണ്ടാലും ഒരു ജില്ലയിലെ പോലീസുകാർ മുഴുവൻ അവനെ കണ്ടാൽ സല്യൂട്ട് അടിക്കും. വലിയ പദവിയുള്ള ആളാണ്, പൈസയുള്ള ആളാണ്. അങ്ങനെ എല്ലാവർക്കും തന്നെ ജില്ലാ കലക്ടർ എന്നുള്ള ആൾക്ക് പരിഗണനയും ബഹുമാനമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ പിന്നെ കുറച്ച് വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞ് 1, 2, 3 കൊല്ലങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഒപ്പാണല്ലോ പോവുക. കലക്ടർ ആണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ ഒപ്പം തന്നെ പോവുക. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ജില്ലാ കലക്ടർ അങ്ങനെ വയസ്സുവർഷങ്ങളായി ജില്ലാ കലക്ടർ റിട്ടയർഡായി, ജില്ലാ കലക്ടറായി. അത് മോശമുള്ള കാര്യമൊന്നുമല്ല, മുൻ ജില്ലാ കലക്ടറല്ലേ, മോശമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ മുൻ ജില്ലാ കലക്ടർ എന്നുള്ള പേര് കിട്ടി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഇങ്ങനെ വെജാതായി. അങ്ങനെ ജില്ലാ കലക്ടർ മയ്യത്തായി.
എല്ലാവരും മയ്യത്താവും. ഇന്നൊക്കെ മയ്യത്ത് പോയി ഇന്നവും മയ്യത്ത് എന്നല്ലേ, എല്ലാവരും മയ്യത്താവൂലേ? ജില്ലാ കളക്ടർ മയ്യത്തായി, പക്ഷെ ജില്ലാ കളക്ടർ മയ്യത്തായി നമ്മൾ മയ്യത്താവണ മാതിരി വ്യത്യാസം ഉണ്ടാവും. വലിയ വലിയ ആൾക്കാരൊക്കെ വരും, കോൺട്രാക്ടർമാർ വരും, വലിയ മുതലാളിമാർ വരും, MLA വരും, MP വരും, എല്ലാവരും വന്നുകൊണ്ട് അവസാനം ഇങ്ങനെ മേത്തുകൂടി കൊണ്ടുപോയിട്ട് പൂവൊക്കെ ഇടും. അത് നമ്മൾ ഈച്ചന്നെ ഇരുന്ന വരുത്താവുന്ന പറയുന്നത്. എന്നിട്ട് അങ്ങനത്തെ തൊട്ടാണ് ഈ പൂവൊക്കെ പാടെ കൊണ്ടുപോയി മേത്തുകൂടി ഇടുന്ന മയ്യത്തിന്റെ. ആയിക്കോട്ടെ, ഇട്ടോട്ടെ, ജില്ലാ കളക്ടറല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ഒരു 5-6 അടി താഴെ കൊണ്ടുപോയിട്ട് മറവിയും. 6 അടി താഴെ വലിയ ദൂരമൊന്നുമല്ല, ഒരു 5-6 അടി താഴെ 6 അടി മണ്ണിലോട്ട് കൊണ്ടുപോയിട്ട് വെക്കും. വെച്ചിട്ട് എല്ലാവരോടും പോരും. പോന്നിട്ട് പിന്നെ അനുശോചനവും നടക്കുക. അനുശോചനയോഗത്തിലെ പ്രസംഗം എന്താ പ്രസംഗം? അദ്ദേഹം ജില്ലാ കളക്ടർ ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അസംഖ്യങ്ങളാണ്, ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ലാത്തതാണ്. ഈ ജില്ലയുടെ ഓരോ മണൽത്തരികളും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പ്രസംഗിക്കാണ് ഇപ്പുറത്ത്. അപ്പൊ ആ സാധു 6 അടി മണി കിടക്കുന്ന സമയത്ത് കിടക്കുക മാത്രമല്ല, മലക്കുകൾ വന്നിട്ടുണ്ടാവും. മലക്കളെ ഒരു ചോദ്യം ഉണ്ടാവും. ചോദ്യാവലിയേറ്റാ വന്നിരിക്കുന്നത്. വന്നാട് മലക്കൾ തോന്നിയ ഇതാ ജാക്കൽ മലക്കാനിൽ മോക്കലാനിൽ ഹായിലാനിൽ അലീമാനില്ലേ വായിക്കവാക്ക വാജലസാക്ക സഹരാക്ക ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. എന്താ ചോദിക്കണത്? എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദിക്കാണ്, മൻ റബ്ബുക മൻ നബിയുക മാദീനുക മാഖബിലത്തുക. ചോദ്യങ്ങൾ അങ്ങനെ തുടർന്നു. ഇവനൊന്നും മനസ്സിലാണല്ലോ. 7ാം ക്ലാസ് നിർത്തിയതാണ്, പിന്നെ വൈക്കോട്ട് പോയിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. IAS കോച്ചിങ്ങിനല്ലേ അതിന്റെ ഇടയിലെന്തു മൻ റബ്ബുക്കെ. അതോടുകൂടി ഓനാവൊന്നും തീരില്ല. അങ്ങനെ മലക്കൾ പിന്നെ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് മനസ്സിലാവില്ല. ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ മാത്രം വിവരമുണ്ടോ? ഒരു ജില്ലാ കളക്ടർ കാരനാ, IAS കാരനാണ്. നയാഗറ വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചാൽ അപ്പൊ പറയും. നരേന്ദ്രമോദിയുടെ ജനന തീയതി മോഡിക്ക് നോക്കേണ്ടി വരുമ്പോൾ നോക്കാതെ പറയില്ലേ. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ എത്രാമത്തെ പ്രസിഡന്റാണ്, ഒബാമക്ക് എണ്ണേണ്ടി വരുമ്പോ എണ്ണാതെ പറയില്ലേ. അജാതി വിവരല്ലേ. പക്ഷെ ആ വിവരമൊക്കെ മണ്ണിന്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മണ്ണിന്റെ അടിയിലാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് മൻ റബ്ബുക്ക ചോദ്യം വീണ്ടും ചോദിക്കാണ് മലക്കുകൾ. മൻ റബ്ബുക്ക പിടുത്തം കിട്ടണില്ല, ഓന് മനസ്സിലാവണല്ല. ആയിരവും ചോദിക്കാണ്, വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഐ ഡോണ്ട് നോ അറബിക്. എനിക്ക് അറബിയൊന്നും അറിയില്ല, എന്ത് ചോദ്യങ്ങൾ ചോദിക്കണത് വേണം, ഇംഗ്ലീഷിൽ ചോദിച്ചോളൂ മലക്കുകളോട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏത് വിവരാ വലിയത്? IAS മോശമൊന്നുമല്ല. IAS മോശമല്ല, പക്ഷെ അത് ഭൂമിയുടെ മുകളില് ഓ ജില്ലാ കളക്ടർ ചെയ്യുന്നു ഭൂമിയുടെ മുകളില്. ഓന് സ്ഥാനം ഉണ്ടായിരുന്നു, പദവി ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളില്. ഓന് പണം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളില്. ആൾക്കാരൊക്കെ കണ്ട ഒരു സ്വാധീനം ഉണ്ടായിരുന്നു, ഒക്കെ ഭൂമിയുടെ മുകളില്. പക്ഷെ ഭൂമിയുടെ അടിയിലേക്ക് പോകുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് വിവരാ മുന്തിയത്? അപ്പൊ ഏത് വിവരാ വലിയത് എന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മളെ സമുദായം ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഈ മുകളിലുള്ള വിവരാണെന്ന് ആലോചിക്കുന്നത്. അവിടെ കുഴപ്പം പറ്റിയത്. അവിടുന്നാണ് ദർസ് ശുഷ്കിക്കാൻ തുടങ്ങിയത്, അവിടുന്നാണ് മദ്രസ ശുഷ്കിക്കാൻ തുടങ്ങിയത്, അവിടുന്നാണ് ദീനിയായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടാതായി തുടങ്ങിയത്, അവിടുന്നാണ് പിന്നെ തലമുറ ഇങ്ങനെ ഇരപ്പായത്. അല്ലേ, കേടുവന്നിട്ടില്ലേ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബസ്സിലൊക്കെ പോണ സമയത്ത് നമ്മളെ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും മുസ്ലിം സമുദായത്തിലുള്ള ഒരു ചെറുക്കനേക്കാരൻ ചോട്ടിന്റെ ഉള്ളിൽ പാട്ട് കുത്തിത്തിരികെ ചുവട് എൻഗേജ്ഡ്, കണ്ണിന്റെ മുമ്പിൽ കമനീയമായ മൊബൈൽ കാഴ്ച കണ്ണ് എൻഗേജ്ഡ്, തൊള്ളന്റെ ഉള്ളിൽ പാൻ പരാഗോ ചുയിങ്കോ ഒക്കെ തിരികിയിട്ട് തൊള്ള എൻഗേജ്ഡ്. എല്ലാ ഓട്ടയിൽ കൂടി ഒരേ സമയത്ത് സുഖം ഇങ്ങനെ കിട്ടണം. അല്ലേ, കണ്ണിൽ കൂടിയും കിട്ടണം, തൊള്ളയിൽ കൂടിയും കിട്ടണം, ചവിട്ടി കൂടിയും കിട്ടണം, എല്ലാ ഓട്ടയിൽ കൂടി സുഖം ഇങ്ങനെ കിട്ടണം. ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ഫോർ ടുമോറോ ദോ ഷാർട്ട് ഡേ. തിന്നോളിയും കുടിച്ചോളി സുഖിച്ചോളി, നാളെ നിങ്ങൾ മരിച്ചു പോകുന്നു പറഞ്ഞ മാതിരി. ഇങ്ങനെ ജീവിതത്തെ പറ്റി ഒരു അന്തമല്ല, ഒരു ഗന്ധമല്ല, ആ രീതിയിലല്ലേ നമ്മളെ തലമുറ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൂടി കുറെ മൊബൈലും ഉണ്ടാവും. എന്താ മൊബൈല് കയ്യിലുള്ള ആരാ നുണാറാത്തത്? നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നാൾ ഒരിക്കൽ ഒരു ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ പോവുകയാണ് കാറില്. ഇവിടെയുള്ള ഉസ്താദന്മാരൊന്നുമല്ല, ഒരു ഉസ്താദിന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് മഗ്‌രിബ് കൊടുത്തു. മഗ്‌രിബ് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയി നിസ്കരിച്ചാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മൊബൈൽ വെല്ലടിച്ചു. ഹലോ പിന്നെ ഞങ്ങൾ പള്ളിക്കൽക്ക് നിസ്കരിച്ചാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് മൂപ്പര്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളും പറഞ്ഞല്ലോ ഇപ്പൊ ഇത് ചോദിച്ചു. എന്തേ ഇപ്പോന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ ഇറങ്ങിയിട്ടില്ലല്ലോ, ഞങ്ങൾ ഇറങ്ങിയെന്നാണല്ലോ പറഞ്ഞത് പറഞ്ഞു. അല്ലെ, നമ്മളിപ്പോ ഏതായാലും എത്താൻ പോവുകയല്ലേ ചോദിച്ചു. അല്ലെ, എത്താൻ പോവുക, നിങ്ങളിപ്പോ പറഞ്ഞത് ഇവിടെ ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത്. അല്ലെ, നമ്മൾ എത്തുന്ന ഉറപ്പല്ലേ, ഉറപ്പായതുകൊണ്ട് പറഞ്ഞത്. അത്താമൃമായി എന്നൊക്കെ ഖുറാനിലല്ലേ, അതേപോലെ പറഞ്ഞതാണ് പറഞ്ഞു. അല്ല, എത്തുന്നുള്ളതിന് എന്താ ഉറപ്പ്? നമ്മൾ പോകുന്നത് കാറിലാണ്. ഇത് ദുനിയാവിൽ കൂടി പോകാൻ എളുപ്പം, ആഖിറത്തിലേക്ക് എത്താൻ എളുപ്പം, രണ്ടിനും എളുപ്പമുള്ള വാഹനത്തിലായി പോണത്. പിന്നെ എങ്ങനെയാ നമ്മൾ എത്തുന്ന ഉറപ്പിക്കങ്ങള്? എന്താ ഇപ്പൊ കാട്ടുക? അങ്ങനെയാണ് പറഞ്ഞു മൂപ്പര്. അപ്പൊ എന്താ, മൂപ്പര് ഉസ്താദാണ്, നുണ പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ആളാണ്, ക്ലാസ് എടുക്കുന്ന ആളാണ്, ഉത്ബോധനം നടത്തുന്ന ആളാണ്. പക്ഷെ ഈ ഉപകരണം അങ്ങനെ ആക്കി തീർക്കാണ് മനുഷ്യനെ. ഈ രീതിയിൽ ടെക്നോളജി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അതും ഉപയോഗിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, വേറെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ. അല്ലെ, നിങ്ങൾ നോക്കാണ് എല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സുഖസൗകര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഈ സുഖസൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പറ്റി ഒരു അന്തമില്ലാതെ. ഇതൊന്നും വേണ്ടെന്നല്ല പറയണത്, ഇതൊക്കെ അനുഭവിക്കണം. എല്ലാ സുഖവും എല്ലാ സൗകര്യവും പടച്ചും തരുന്നതിനാണ്, ഒക്കെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി തരുന്നതിനാണ്. അള്ളാന്റെ നിയമത്തല്ലാത്ത ഒന്നും പെടല്ലല്ലോ, അത് നമ്മൾ അനുഭവിക്കും വേണം. പക്ഷെ അനുഭവിക്കുമ്പോ എങ്ങനെ അനുഭവിക്കണം, എവിടെ എത്തുമ്പോൾ നിർത്തണം, എവിടെയാണ് കൺട്രോൾ
ചെയ്യേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഗന്ധം ഇല്ലാത്തത് കൊണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, പുതിയ തലമുറ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ തടിയും കീഴെടുത്ത ടെക്നോളജി നമ്മൾ തടിയും കീഴെടുത്തല്ലേ ചെയ്യണത്. നോക്കുകയാണെങ്കിൽ മുമ്പൊക്കെ ഒരു വിശറി കൊണ്ട് മിനിയുന്ന സമയത്ത് വലത്തെ കൈ കൊണ്ട് വീണ്ടുമ്പോൾ വലത്തെ കൈയിന് ഒരു വ്യായാമം, ഇടത്തെ കൈയിലേക്ക് പിടിച്ചുകൊണ്ട് വീണ്ടും അതിനൊരു വ്യായാമം. അപ്പൊ രണ്ട് കൈയിനൊരു വ്യായാമമല്ല, നമ്മളിങ്ങനെ ഇരുന്ന് കൊടുത്താൽ കണ്ടോ ഇങ്ങനെ തിരിഞ്ഞാൽ അങ്ങനെ തരും. എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ശരീരത്തെ ആകെ കേടുന്ന് ഇരപ്പായി ആകെ ഭൂതം പിടിച്ചാണ് ഇങ്ങനെ പോണ രീതിയിൽ നമ്മളെ ശരീരത്തെ കാക്കി പേർക്കുന്ന ഉപകരണങ്ങളും ടെക്നോളജിയൊക്കെ ഈ കാലഘട്ടത്തില്. അതിന്റെ ഇടയിൽ എങ്ങനെ ഇത് ഉപയോഗിക്കണം, എവിടെ നിർത്തണം എന്നുള്ളതിനെ പറ്റി ഒരു വിവരമില്ലാതെ, ഒരു അന്തമില്ലാതെ കുട്ടികളെന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് സം സോങ്സ് സിംഗ് ദം, ജീവിതം എന്ന് പറഞ്ഞ കുറെ പാട്ടുകളാണ് അത് പാടി തീർക്കുക. ലൈഫ് ഈസ് സം ഗെയിംസ് പ്ലേ ദം, ജീവിതം എന്ന് പറഞ്ഞ കുറെ കളികളാണ് അതൊക്കെ കളിച്ചു തീർക്കുക. ലൈഫ് ഈസ് സം ചാലഞ്ചസ്, ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളികളാണ് വെല്ലുവിളിച്ചു തീർക്കുക. എന്നിട്ട് ഇങ്ങനെ തല്ലും കൂടി അടികൂടി ഈ രീതിയിൽ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഗന്ധം അല്ലാത്ത രീതിയിൽ ജീവിക്കുകയാണ് തലമുറ. അത്തരം തലമുറക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാത്തത് കൊണ്ട്. പക്ഷെ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിക്കുന്നിടത്താണ് ആ വിജ്ഞാനമല്ലേ യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം. ഇൻസാൻ ഹേ ജിസ്കോ ഇൽമു നഹീ ഹേ വോ ഹയവാൻ ഹേ. ആർക്കാണോ ഇൽമുള്ളത് അവനാണ് ഇൻസാൻ, ആർക്കാണോ ഇൽമില്ലാത്തത് അവനാണ് ഹയവാൻ. അപ്പൊ ഇൻസാനെയും ഹയവാനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വിജ്ഞാനം ഉണ്ടല്ലോ, ആ വിജ്ഞാനം ഏതാണ്? ആ വിജ്ഞാനം ടെക്നോളജിയല്ല, ആ വിജ്ഞാനം ശാസ്ത്ര സാഹിത്യം ഒന്നുമല്ല. കാരണം എന്താ, ടെക്നോളജിക്ക് എന്താ വെച്ചാൽ ടെക്നോളജി പറഞ്ഞാൽ മനുഷ്യന്റെ ന്യൂനതകളെ പരിഹരിക്കാനുള്ളതാ. മറ്റു ജന്തുക്കളെ അപേക്ഷിച്ച് മനുഷ്യൻ ശക്തി കുറഞ്ഞവനാ. മറ്റു ജന്തുക്കളെ അപേക്ഷിച്ച് മനുഷ്യൻ ശക്തി കുറഞ്ഞവനല്ല, എല്ലാം കുറഞ്ഞവനാ. മറ്റു ജന്തുക്കൾക്ക് ഇപ്പോ കടലിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ പിന്നെ മത്സ്യങ്ങൾക്ക് കപ്പൽ വേണ്ട, ടെക്നോളജി വേണ്ട. പക്ഷെ മനുഷ്യനാണെങ്കിലോ, മനുഷ്യന് കപ്പൽ വേണം, ടെക്നോളജി വേണം, അല്ലാതെ പോകാൻ കഴിയൂല. കഴിവുകേടാ മനുഷ്യനുള്ളത്. മറ്റ് പിന്നെ മത്സ്യങ്ങൾക്കൊക്കെ ഉള്ള കഴിവ് മനുഷ്യനില്ല. ആകാശത്ത് കൂടി പറക്കണമെങ്കിൽ മനുഷ്യന് ടെക്നോളജി വേണം, വിമാനം കണ്ടുപിടിക്കണം. പറവകൾക്ക് വേണമെങ്കിൽ ടെക്നോളജി വേണ്ട, വിമാനവും വേണ്ട, അല്ലാതെ തന്നെ പോകാൻ വയ്ക്കും. അവർക്ക് സ്വന്തം കഴിയുന്നത് നമ്മളെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് നമ്മൾ ടെക്നോളജി ആശ്രയിക്കും. ഒരു പുലി നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ആ പുലി പിന്നെ എന്നോട് നമുക്ക് കയ്യൂക്കൊണ്ടും കാലൂക്കൊണ്ടും കഴിച്ചിലാകാൻ പറ്റൂല. കയ്യൂക്കൊണ്ട് പറഞ്ഞാൽ നേരിട്ടിട്ട്, കാലൂക്കൊണ്ട് പറഞ്ഞാൽ പാഞ്ഞിട്ട് രണ്ടുപേർക്കും പറ്റൂല. അപ്പൊ രണ്ടു നേരക്കും പറ്റാത്തതുകൊണ്ട് നമ്മൾ ടെക്നോളജി ആശ്രയിക്കും. നമ്മൾ തോക്കുണ്ടാക്കുന്നിട്ട് പുലി വരുമ്പോൾ പുറപ്പെടുമ്പോൾ തന്നെ പുലിനോട് വീഴ്ത്താൻ പറ്റുന്ന രീതിയിൽ വെടിയാണ് വെക്കും. അപ്പൊ ടെക്നോളജി വേണം പുലിയിൽ നിന്ന് കഴിച്ചിലാക്കാൻ. സ്വന്തം ശരീരം കൊണ്ട് ആവൂല, സ്വന്തം ശരീരം കൊണ്ട് പുലിയെ നേരിടാൻ പറ്റൂല എന്നുള്ള കഴിവുകേട് മനുഷ്യനുള്ളത് കൊണ്ട് ആ കഴിവുകേട് നികത്താനാ ടെക്നോളജി. അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും മനുഷ്യന് കഴിവില്ല, മനുഷ്യൻ ദുർബലനായ മനുഷ്യന് ടെക്നോളജിയെ ആശ്രയിക്കാനുള്ള ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ കഴിച്ചിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനില്ലാത്ത കഴിവ് അത് നികത്താനുള്ളതാ ടെക്നോളജി പറഞ്ഞാൽ. അതുകൊണ്ട് ടെക്നോളജി വേണം, നമുക്ക് നിലനിൽക്കണ ടെക്നോളജി വേണം, ഇല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ നശിക്കും. പക്ഷേ ഈ ടെക്നോളജി കൊണ്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചതുകൊണ്ടും മനുഷ്യനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. എന്തേ നേട്ടം ഉണ്ടായത് ജീവിതത്തിൽ? എന്തുണ്ടായത് ആലോചിച്ച് നോക്കി. ഇപ്പോ ആയുസ് കൂടിക്കണം, മനുഷ്യന് ആയുസ് കൂടുന്നുണ്ടോ? മനുഷ്യന് ആയുസ് കുറഞ്ഞിക്കുക. ടെക്നോളജി ഇങ്ങനെ വികസിച്ച് വരുന്നു, ആയുസ് അങ്ങനെ കുറഞ്ഞു പോവുകയാണ്. മുമ്പ് കാലത്തൊക്കെ ആദം നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാമൊക്കെ എത്ര ആയിരക്കണക്കിന് കൊല്ലം അങ്ങനെ ജീവിച്ചിരുന്നു. ടെക്നോളജി നമ്മളെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വല്ലാതെ വികസിക്കാത്ത ആ കാലത്ത് ഇപ്പൊ അതൊക്കെ വികസിച്ചിരിക്കുന്നു, പുരോഗതിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന കാലത്ത് കുറഞ്ഞു വരികയല്ലേ, ആയുസ് കുറയല്ലേ ചെയ്യണത്. നീ വല്ലയിടത്തും ആയുസ് കൂടുന്നുണ്ടെങ്കിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ താല്പര്യം വല്ലാതെ എത്താത്തൂടത്തേക്കാരം. അട്ടപ്പാടിയിൽ ഒരു ആദിവാസി തന്തങ്ങനെ ഇരിക്കുന്നുണ്ട് മനോരമ പേപ്പറിന്റെ മുൻ പേജില്, എനിക്ക് 200 കഴിഞ്ഞു പറഞ്ഞിട്ട്. ആദിവാസി ആയതുകൊണ്ടേ അവർക്ക് ടെക്നോളജി ഒന്നും വല്ലാതെ എത്താത്തതുകൊണ്ട് അവർക്ക് 200. അതേസമയത്ത് പട്ടണങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ആയുസ് കുറഞ്ഞു വരികയല്ലേ ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ജീവിതത്തിൽ അങ്ങനെ റഷ്യക്ക് പോയി നമ്മുടെ നാട്ടിൽ ഒരു സാഹിത്യകാരൻ, മൂപ്പരിങ്ങനെ മോസ്കോ സിറ്റി കൂടിയല്ല, ഇങ്ങനെ ധ്രുവപ്രദേശത്ത് കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു 100 വയസ്സായ ഒരു തന്തരുന്നാണ് നോലോളിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു. അച്ഛൻ തച്ചിട്ടാണ്. 100 വയസ്സായ തന്റെ അച്ഛൻ തച്ചിട്ടാണ്. അപ്പൊ ഈ അച്ഛന്റെ അടുത്ത് ചോദിച്ചു, എന്തിനപ്പങ്ങൾ മകനെ തച്ചത്? മകനെ അവിടെ ഇരുന്നാണ് നോലോളിച്ചിട്ടുണ്ട് പറഞ്ഞു. അവന് വലിയച്ഛനോടൊരു ബഹുമാനമല്ല, പിന്നെ തല്ലല്ലാതെ കാട്ടുകയെന്ന് വെച്ചില്ലേ. അപ്പൊ എന്താ വെച്ചാല് മോസ്കോ സിറ്റി കൂടിയല്ല, ധ്രുവപ്രദേശത്ത് കൂടി ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിക്കാത്തോടത്തെ ആയുസ് കൂടുതൽ, പക്ഷെ വികസിച്ചോടത്ത് ആയുസ് കുറഞ്ഞു വരിക ചെയ്യണത്. ഇനി ആരോഗ്യം കൂടുന്നുണ്ടോ? ആരോഗ്യം ആർക്കാ കൂടുന്നത്? ആശുപത്രി എമ്പാടും കൂടുന്നുണ്ട്.
ആശുപത്രി എങ്ങനെ കൂടുന്നുണ്ട്, ആരോഗ്യം എവിടെ കൂടുന്നത്? ഇപ്പൊ ഞാന് പിന്നെ പെരിന്തൽമണ്ണ പോരുന്നത്, പെരിന്തൽമണ്ണ നോക്കിയിട്ടുണ്ടെങ്കിൽ അൽഷിഫ, മൗലാന, EMS, MBS മെഡിക്കൽ കോളേജ്, അപ്പുറത്ത് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിയാക്കി, പിന്നെ ഈ രാമദാസ്, ബാലഗോപാലൻ, മഹിയുദ്ദീൻ, എത്രങ്ങാനും ആശുപത്രിയാണ്. കണ്ട ആശുപത്രിയിലൊന്നും ഒരു ആശുപത്രിയിലും തിരക്കൊഴിഞ്ഞൊരു നേരമല്ല, എപ്പോഴും തിരക്കന്നെ. എന്താ കാരണം? മനുഷ്യന്മാരൊക്കെ രോഗികൾ, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മെഡിക്കൽ സയൻസും ഒക്കെ തന്നെ വികസിക്കണേ. പക്ഷെ മനുഷ്യനിങ്ങനെ ആരോഗ്യം കുറഞ്ഞു വരികയല്ലേ ചെയ്യണത്. എന്നിട്ട് എന്താ പൊതുവൊക്കെ കാര്യം? ഞാനിത് ഇതൊക്കെ മോശമാണെന്നുള്ളവർക്ക് പറയല്ല, അതൊക്കെ വേണം, വേണ്ടെന്നല്ല പറയുന്നത്. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഫലങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു മാത്രം, ടെക്നോളജിയുടെ വികസനം കൊണ്ട്. അതേസമയത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ എത്ര പിന്നെ വെറ്റിനറി ആശുപത്രി ഉണ്ട്, മൃഗാശുപത്രി എത്ര ഉണ്ട്? ആകെ ഒന്നുള്ളൂ. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഞാൻ അന്വേഷിച്ചു ഒരിക്കൽ, അപ്പൊ ഒരു മൃഗാശുപത്രി ഉള്ളൂ. ആദ്യത്തെ ഡോക്ടർക്ക് എന്താ പണി? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ ഒപ്പിട്ട് കൊടുക്കുക. മൃഗങ്ങൾക്ക് രോഗമില്ല, കാരണം മൃഗങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ അങ്ങനെ ആശ്രയിക്കണില്ല. അപ്പൊ ശാസ്ത്രവും സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണേ അവർക്ക്, അതുകൊണ്ട് ജീവിക്കണ മനുഷ്യനാണ് കൂടുതൽ പ്രശ്നമുള്ളത്, മനുഷ്യനാണ് കൂടുതൽ രോഗമുള്ളത്. ഈ മൃഗങ്ങൾക്ക് എപ്പോഴാണ് രോഗം ഉണ്ടാകല്? ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു കുളമ്പ് രോഗം ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ മനുഷ്യന്മാരെ കൊളസ്ട്രോൾ കുറേറ്റ് പഠിച്ചോന്ന് എങ്ങനെയും ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മൃഗങ്ങൾക്ക് ഒരു കുളമ്പ് രോഗം കൊടുത്ത് കുറച്ച് ദിവസം, അതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുകയും ചെയ്തു. അങ്ങനെയല്ലാതെ മൃഗങ്ങൾക്ക് രോഗമല്ല. അപ്പോൾ മനുഷ്യന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിച്ചിട്ട്, മെഡിക്കൽ സയൻസ് ഇങ്ങനെ വികസിച്ചിട്ട്, വലിയ വലിയ ഡോക്ടർമാരും വിശ്വഗുരന്മാരൊക്കെ പട്ടണത്തിൽ എമ്പാടും ഉണ്ടായിട്ട് മനുഷ്യന് ആരോഗ്യം കൂടുകയല്ല ചെയ്യണത്, കുറയുക ചെയ്യണത്, രോഗമാണ് കൂടുന്നത്. ഇത്തരത്തിലുള്ള ഒരു ലോകത്തിലെ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ടെക്നോളജിയും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒന്നുമല്ല വലിയതെന്ന് നമ്മൾ ചിന്തിക്കണം. അതിന്റെ കോപ്പരിയായിട്ട്. പക്ഷെ നമ്മളെ വിചാരം എന്താ വെച്ചാല് അതൊക്കെ വലിയതെന്ന് തോന്നാണ് അല്ലേ. പിന്നെ ഇപ്പോ ശാസ്ത്രജ്ഞന്മാരൊക്കെ വലുതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പടിയാണ് ശരിയാ തോന്നുന്നത് നമുക്ക്. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ആലോചിച്ച് നോക്കാണ്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, ഏതാ വളരെ സനദൊക്കെ ഉള്ള ഹദീസ് തന്നെയാണ്. പിന്നെ ഈച്ച വെള്ളത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ, ഈച്ച നമ്മൾ കുടിക്കുന്ന എന്തെങ്കിലും പദാർത്ഥത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ഈച്ചന്റെ ഒരു ചിറകെ മുങ്ങിയിട്ടുള്ളൂ വെച്ചാൽ മറ്റേ ചിറകും കൂടെ മുക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതിന്റെ ഒരു ചിറകിൽ രോഗവും മറ്റൊരു ചിറകിൽ ഔഷധം ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു സംശയം, ഇതിപ്പോ ശരി തന്നെ ആയിരിക്കുമോ, എന്താ ഹദീസാപ്പത്, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഈച്ചയിലേക്ക് നടക്കണത് നമ്മൾ കാണുന്നതല്ലേ, അതിപ്പോ അത്ര ശരി തന്നെ ആയിരിക്കും? അതിന്റെ സനദും മുസ്താഹിനോടൊന്നും നല്ലോണം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു നോക്കണം. കാരണം അങ്ങനെ ഒരു സംശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതായിരിക്കും നമുക്ക് വിശ്വാസം വരില്ല. അതിന്റെ ഇടയ്ക്ക് പിറ്റേന്ന് പേപ്പറിൽ കണ്ടു ഈജിപ്തിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ പിന്നെ ഈച്ചയുടെ ഒരു കാലിൽ രോഗവും മറ്റേ കാലിൽ ഔഷധവും ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ ഹദീസ് ശരി തന്നെ ഈ കാരണം. ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ നമുക്ക് ശരിയാണ് നമുക്ക് തോന്നുന്നതേ. ഓര് പറയുന്ന വിവര വലിയത് മുന്തിയത് നമ്മൾ ചിന്തിക്കാം. ചന്ദ്രനിൽ പോയിങ്ങാണ്ട് വന്നു ആംസ്ട്രോങ്ങും ആൽഡ്രിനും, ആദ്യം പോയ ആൾക്കാർ ആംസ്ട്രോങ്ങും ആൽഡ്രിനും കോളിൻസും പാടെ പോയി ചന്ദ്രനിൽ പോയി വന്നുങ്ങാണ്ട് ഓര് പറഞ്ഞു ചന്ദ്രഗോളത്തിൽ പിന്നെ അവിടെ ജീവജാലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം അവിടെ ജലാംശമില്ല. നമ്മളത് വിശ്വസിച്ചു. ജലാംശമില്ല എന്ന് പറഞ്ഞപ്പോൾ അതും വിശ്വസിച്ചു, ജീവജാലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല പറഞ്ഞപ്പോൾ അതും വിശ്വസിച്ചു, രണ്ടും വിശ്വസിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച കാണി, ജീവജാലങ്ങൾ ജലാംശമില്ല എന്ന് ഒരു പോയിടത്തില്ല എന്നല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതെങ്കിലും ഒന്ന് ആലോചിച്ചണ്ടേ. ചന്ദ്രൻ എത്ര വലിയതാണെന്നിട്ട് അതിന് പോയിട്ടില്ല എന്ന് നമ്മൾ പറയില്ല, പോയിട്ടുണ്ടാവും. അങ്ങനെ ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവിടെ ജലാംശമില്ല എന്ന് പറയുമ്പോൾ ഒരു ചന്ദ്രനിൽ ആളെ കൂടെ തെരഞ്ഞിട്ടാവും ഒരു ചില സാമ്പിളൊക്കെ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൊത്തത്തിൽ ചന്ദ്രനിൽ എവിടെയും വെള്ളമില്ലായിരുന്നു. ഇപ്പൊ നമ്മളെ സഹാറ മരുഭൂമിയിലൊക്കെ വന്നുകാണ്ട് ചന്ദ്രഗോളത്തിന്റെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നുകൊണ്ട് പറയണത് അവിടെ ജീവജാലങ്ങളൊന്നും ഇല്ല, അവിടെ ജലാംശം ഇല്ല എന്ന് പറഞ്ഞിട്ട് സഹാറ മരുഭൂമിയിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ട് അവിടെ പോയിങ്ങാണ്ട് പറയണേ ഭൂമിയിൽ ജലാംശം ഇല്ലാറുള്ളത് ശരിയായിരിക്കും. ഒരു പോയിടത്തില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അതൊക്കെ ഒരു പറയുമ്പോൾ അവിടെ വിശ്വസിക്കുക. എന്നിട്ട് എന്നാ ഇനി ജീവജാലങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് തന്നെ ഭൂമിയുടെ പരിതസ്ഥിതി വെച്ചല്ലേ അവർ പറയുന്നത്. ജലാംശമില്ലെങ്കിൽ ഭൂമിയിൽ ജീവികൾ വളരൂല. പക്ഷെ അവിടെ ഇങ്ങനെയാണെന്നെങ്ങനെ ഒരു പറയാം. അവിടുത്തെ നിയമം എങ്ങനെ ഓരെങ്ങനെ പറയാം, അവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമം ഒരുപോലെ അല്ല എന്നുള്ളതുകൊണ്ടല്ലേ ഒരു പിന്നെ ഓക്സിജനൊക്കെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ ബുധമർത്ത് കെട്ടിക്കൊണ്ടുപോകല്ലേ, അവിടെ ഓക്സിജനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ അവിടുത്തെ പരിസ്ഥിതി ഇവിടുത്തെ പരിസ്ഥിതി ഒരുപോലെയല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ശാസ്ത്രകാരന്മാർ ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചാണ്ട് നമ്മളാണ് വിശ്വസിക്കുക. ഞാൻ പറഞ്ഞത് ഇതെന്നല്ല യഥാർത്ഥത്തിലുള്ള വിവരം, പക്ഷെ ഇതിന്റെ ഒക്കെ അപ്പുറത്തുള്ള വിവരം, ശാസ്ത്രകാരന്മാർക്ക് ഇതൊക്കെ കിട്ടേണ്ടതിന്റെ വിവരം, മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിജ്ഞാനം വലിയത്. മനുഷ്യന് ജീവിതത്തെ പറ്റി ലക്ഷ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന വിജ്ഞാനം വലുത്. മെഡിക്കൽ കോളേജിൽ പോയി 5 കൊല്ലം ഒരുത്തം പഠിച്ചു വന്നാല് ഒരു രോഗം എന്താണെന്നറിയും, ശരീരത്തിന്റെ ഘടനയൊക്കെ അറിയും, രോഗം പിടിപെടുന്നത് എങ്ങനെയാണെന്നറിയും, മരുന്നിനെ പറ്റി അറിയും. പക്ഷെ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? മെഡിക്കൽ കോളേജിൽ പോയി MBBS പാസ്സായി വരുന്നവനോട് എന്താണ് വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ലൈഫ് ചോദിച്ചാല് ഓനറിയില്ല, കാരണം അത് അവിടെ പഠിപ്പിക്കണില്ല.
മനുഷ്യന്റെ ശരീരത്തിന് എങ്ങനെ രോഗം ബാധിക്കാം, അതിന് ചികിത്സ എങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ശരീരത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത എന്താന്ന് വെച്ചാൽ അതും നിശ്ചയമുണ്ടാവില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് 5 കൊല്ലം പഠിച്ചാൽ അവനെ റോഡും പാലൊക്കെ ഉണ്ടാക്കാനായി, പക്ഷെ റോഡിൽ കൂടി പാലത്തിൽ കൂടി പോകണ മനുഷ്യന്റെ ജീവിതം എന്തിനാ അതും അറിയില്ല. ഏത് കോഴ്സ് പഠിച്ചാലാ, സെക്യുലർ എഡ്യൂക്കേഷനിലുള്ള ഏത് കോഴ്സ് പഠിച്ചാലാ മനുഷ്യന് ജീവിതത്തെ പറ്റി അറിയാം, ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാം. ജീവിതത്തിന്റെ ലക്ഷ്യതൊന്നും പഠിച്ചറിയില്ല, അവിടെ ഒന്നും ഇത് പഠിപ്പിക്കണില്ല. അതേസമയത്ത് ജീവിതത്തിന്റെ ലക്ഷ്യം വേണ്ടേ, ജീവിതത്തിന്റെ ലക്ഷ്യം അറിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോ എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങളെ ഈ മനുഷ്യരൂപിനെ പറ്റി എനിക്കറിയില്ല, എനിക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ അവിടെ ബസ്സിറങ്ങി ഇങ്ങനെ നിൽക്കും. ബസ്സിറങ്ങി നിന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമല്ലോ എവിടെ പോയി മനുഷ്യർ പിന്നെ ദിവസമൊക്കെ ഉണ്ടല്ലോ എവിടെയെന്ന് ചോദിച്ചു. അപ്പോ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചാൽ ന്യൂ ജനറേഷൻ അവരോട് ചോദിച്ച ഒരു ഇതിലാണ് പോയാൽ മതി അറിയും, അല്ലാതെ പറഞ്ഞു തരാൻ നിൽക്കൂല. കാരണം പുതിയ തലമുറ അങ്ങനെയാണ്, അങ്ങനെ അന്വേഷിച്ചാലൊന്നും വലിയ പരിഗണിക്കൂല. അതേ സമയത്ത് വേറെ പലരും ചോദിച്ചവർക്ക് നല്ല വിവരം ഉണ്ടാവും. പിന്നെ കുറച്ച് പ്രായമുള്ള ഒരാളോട് ചോദിക്കണമെന്ന് വെച്ചാൽ മൂപ്പര് തിരിച്ചു ചോദിക്കും എവിടെ നിങ്ങളെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയും ഞാൻ അങ്ങനെ കർക്കിടാമെന്ന് ഇങ്ങനെ ദൂരത്തുനിന്ന് വരുന്നത്. എന്തിനാ പങ്കെടു പോകണത്, മനുഷ്യരൂപിലേക്ക് എന്തിനാ പോണത്, അവിടെ അങ്ങനെ വാർഷികമൊക്കെ നടക്കല്ലേ, അപ്പൊ പരിപാടിയൊക്കെ ഉണ്ട്, ഉമറ കോൺഫറൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അപ്പൊ അതിൽ കുറച്ചു സംസാരിക്കാൻ വേണ്ടിട്ട് അതിനാ പോണത്, കണ്ടപ്പോ അങ്ങനെ തോന്നിയ പിന്നെ അതിനാ പോണത് ആയിക്കോട്ടെ. പിന്നെ ഇനി കഴിഞ്ഞപ്പോ നിങ്ങൾ മടങ്ങുവോ അതോ ഇവിടെ തങ്ങുവോ, അല്ല കഴിഞ്ഞ ഉടനെ മടങ്ങിപ്പോവും കേട്ടോ. ഇന്നെ പരിചയപ്പെടാൻ 3 ചോദ്യം ചോദിച്ചു. നിങ്ങൾ എവിടുന്നാ വരുന്നത് എന്നുള്ളൊരു ചോദ്യം, എന്തിനാന്നുള്ളൊരു ചോദ്യം, എവിടുന്നാന്നുള്ള ചോദ്യം, എന്തിനാന്നുള്ള ചോദ്യം, കഴിഞ്ഞാൽ പിന്നെ എന്താന്നുള്ള ചോദ്യം. ഈ 3 ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയപ്പോൾ മൂപ്പർക്ക് എന്നെ പറ്റി ഒരു പരിചയം കിട്ടി. പിന്നെ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയാൽ മതി, അല്ലെങ്കിൽ ബസ്സോടെ ആലിയൂരിൽ അങ്ങനെ ബസ്സോടെ ഇറക്കി തരും പറഞ്ഞ മൂപ്പര് വഴിയൊക്കെ പറഞ്ഞുതരും. അപ്പൊ വഴി പറയുന്നതിന്റെ മുമ്പ് എന്നെ മൂപ്പര് പരിചയപ്പെട്ടില്ലേ, പരിചയപ്പെടാൻ ഉപയോഗിച്ചത് എന്താ, മൂപ്പര് 3 ചോദ്യം. എവിടുന്നാന്നുള്ള ചോദ്യം, എന്തിനാന്നുള്ള ചോദ്യം, കഴിഞ്ഞാൽ പിന്നെ എന്താന്നുള്ള ചോദ്യം. ഈ 3 ചോദ്യത്തിന്റെ ഉത്തരം മെഡിക്കൽ കോളേജിൽ പോയാൽ കിട്ടൂല, എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ കിട്ടൂല, MBA കാരനായ കിട്ടൂല, MCA കാരനായ കിട്ടൂല, IAS കാരനായാലും കിട്ടൂല. ഈ 3 ചോദ്യത്തിന്റെ ഉത്തരല്ലേ പ്രധാനപ്പെട്ടത്. നമ്മൾ എവിടുന്ന് വന്നു എന്നുള്ളത്, എവിടെ നമ്മൾ വന്നത് എന്നുള്ളത്, എവിടെ നമ്മൾ പോവുക എന്നുള്ളത്, നമ്മൾ എന്തിനാ വന്നിക്കണെന്നുള്ളത്, ഇതല്ലേ അടിസ്ഥാന ചോദ്യങ്ങൾ. ഈ അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടുന്ന് കിട്ടൂല. എവിടുന്ന് നമ്മൾ വന്നത്, ഇവിടുക്കാൻ ഒരു കുട്ടി വളർത്തും കത്തിച്ചിങ്ങനെ പോവുക, കത്തിച്ചിങ്ങനെ പോണ സമയത്ത് ഒരാൾ ചോദിച്ചു കുട്ടി ഈ വെളിച്ചം എവിടുന്ന് വന്നത് ചോദിച്ചു. അതിൽ കുട്ടി വളർത്താണ്ട് ഒതിയിട്ട് പറഞ്ഞത് എവിടേക്ക് പോയത് ചോദിച്ചു. എവിടേക്ക് പോയത്, അവിടെ തന്നെ വന്നത്. അപ്പോ നമ്മൾ എവിടുന്നാ വന്നത്, എവിടേക്കന്നെ നമുക്ക് പോകാനുള്ളത്. അങ്ങനത്തെ ലക്ഷ്യബോധം ഉണ്ടാക്കുന്ന വിജ്ഞാനമല്ല സെക്യുലർ എഡ്യൂക്കേഷൻ. ഭൗതികമായിട്ടുള്ള വിജ്ഞാനങ്ങളൊന്നും തന്നെ ശാസ്ത്രവും സാങ്കേതിക വിധി മറ്റെന്ത് ഏത് സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് കിട്ടുന്നില്ല. അപ്പൊ അടിസ്ഥാനപരമായ വിജ്ഞാനവും വിവരം എന്ന് പറഞ്ഞാൽ ഏതാണ്, അത് ജീവിതം എന്താന്ന് പഠിപ്പിച്ചു തരുന്ന. കാരണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ മില്ലത്തു അഖ്വാമെ മഗ്രിബ് സേ ഖിയാസിനകർ ഹാസഹെ തർകീബ് മേ ഖൗമെ റസൂൽ ഹാഷിമി ഉൻകി ജമിയത്ത് കാഹെ മുൽകോ നസബ് पर इनहिसार ഖുവത്തെ മദ്ഹബ് पर മുസ്തഹികം ഹേ ജമിയത്ത് തേരി. പിന്നെ മില്ലത്തു അഖ്വാം മഗ്രിബ് സേ ഖിയാസിനകർ, നിങ്ങളുടെ സമുദായത്തെ പാശ്ചാത്യ സമൂഹങ്ങളുമായി താരതമ്യപ്പെടുത്തണ്ട. ഹാസ്ഹെ തർക്കീബ് മേ ഖൗമി റസൂൽ ഹാഷിമി, ഹാഷിമി പ്രവാചകന്റെ ഉമ്മത്തിന്റെ ഘടനയൊന്ന് വേറെയാണ്. ഉൻകി ജമിയത്ത് കാഹെ മുലുക്കോ നസബ് पर इनहिसाർ, അവരുടെ സംഘം എന്ന് പറഞ്ഞാൽ ദേശീയതയുടെയും വംശീയതയുടെയും അടിസ്ഥാനത്തിൽ സംഘടിതമാണ്. പക്ഷെ ഖുവത്തെ മദ്ഹബ് पर മുസ്തഹികം ഹേ ജമിയത്ത് തേരി, മുസ്ലിങ്ങള് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ശക്തിയാണ് അതിനുള്ളത്. അപ്പൊ മതത്തിന്റെ ശക്തിയാൽ ഇതിൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കേണ്ടത് മതവിജ്ഞാനമാണ്. ഈ അപ്പോ ആ ബോധമാണ് അടിസ്ഥാനപരമായി നമുക്കുണ്ടാവേണ്ടത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ പറ്റിയുള്ള വിവരം അല്ലേ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ പറ്റിയുള്ള വിവരം, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് ഹേതുവായ റസൂലുള്ളാഹിനെ പറ്റിയുള്ള വിവരം, ഇത്തരത്തിലുള്ള വിവരമൊന്നും ഇല്ലാതെ ബാക്കിയുള്ള വിവരമൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം അടിസ്ഥാനപരമായ വിവരമല്ലേ. ഇപ്പൊ ഞാൻ നാളൊരു പിന്നെ മുഅല്ലിം ഡേയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോ ലോകത്തിന്റെ സ്ഥിതി വല്ലാത്തൊരു കഷ്ടകാലം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഖാലിഖിനെ പറ്റി പഠിപ്പിക്കുന്ന ആൾക്ക് അല്ലെ, മഖലൂഖാത്തിനെ പറ്റി പഠിപ്പിക്കുന്നവർക്ക് 30,000 റുപ്യ ശമ്പളം, ഖാലിഖിനെ പറ്റി പഠിപ്പിക്കുന്നവർക്ക് 3,000 റുപ്യയുടെ ഇല്ല.
മഹലൂക്കാത്തിനെ പറ്റി നമ്മൾ എന്ത് സയൻസ് പഠിച്ചാലും ഏത് ടെക്നോളജി പഠിച്ചാലും ഒക്കെ മഹലൂക്കാത്തല്ലേ, അള്ളാന്റെ സൃഷ്ടികളല്ലേ. ഈ മഹലൂക്കാത്തിനെ പറ്റി പഠിപ്പിക്കണവർക്കൊക്കെ 30,000 അതിലപ്പുറമൊക്കെ ശമ്പളം. പക്ഷെ ഈ ഹാലിക്കായ അള്ളാനെ പറ്റി പഠിപ്പിക്കണം മദ്രസയിലെ ഉസ്താദ് ഒന്ന് ഗവൺമെന്റാ കൊടുക്കണത്, മറ്റൊരു നാട്ടുകാരെന്നുള്ള വ്യത്യാസമുണ്ട്. അതൊക്കെ മനസ്സിലാക്കാതെയല്ല പറയണത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, ഹാലിക്കിനെ പറ്റി അറിയാതെ മഹലൂക്കാത്തിനെ പറ്റി അറിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ പറ്റിയുള്ള വിജ്ഞാനമല്ലേ അടിസ്ഥാനപരമായ വിജ്ഞാനം. അതാണ് മതകേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുക. അതിനനുസരിച്ചുള്ള ജീവിത ക്രമമാണ് പഠിപ്പിക്കുക. മനുഷ്യന്റെ ജീവിതം നന്നാകണമെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ. ബാക്കിയുള്ള വിദ്യാഭ്യാസം ഞാനൊക്കെ സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണ മാഷ. നമ്മൾ പഠിപ്പിക്കണ കോളേജിലെ കുട്ടികൾ നമ്മൾ അവിടെ ഒരു നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള പേരിലാണ്. അത് ഒരു പ്രത്യേക മാനേജ്മെന്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പറഞ്ഞാൽ പലയിടത്തും വരുന്ന കുട്ടികൾ, ആ കുട്ടിക്ക് എന്താ പഠിപ്പിക്കണത്? കുട്ടിക്ക് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ച് കുട്ടികളുടെ മാനസികാവസ്ഥ മാറും, പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഏത് വിദ്യാഭ്യാസം പഠിക്കണേ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും സ്വഭാവമൊക്കെ ഉണ്ടാവുക. ഇപ്പോ ഞാനൊരിക്കൽ ഒരു കോളേജില് കുട്ടികൾക്ക് +2 ക്ലാസ് എടുത്തിരുന്നപ്പോ ഒരു കഥ പഠിപ്പിച്ചു. ഒരു കഥ ഒരു ബംഗാളി എഴുത്തുകാരന്റെ ഒരു കഥ പഠിപ്പിക്കുക. ദ ഡ്രൗട്ട് എന്നുള്ള പേര് ഒരു കഥ പഠിപ്പിച്ചു. അത് +2ന്റെ 2 എന്നുവെച്ചാൽ ഹ്യൂമാനിറ്റീസിന്റെ കോഴ്സുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഹ്യൂമാനിറ്റീസിന്റെ കുട്ടിക്ക് കഥ എടുത്തു. കഥ എടുത്തപ്പോൾ ഇത് വല്ലാത്തൊരു കഥ, ഒരു ഭയങ്കര വരൾച്ച ഉണ്ടായ ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തെ പറ്റി, എന്നിട്ട് അയാളെ ഇങ്ങനെ ആ ജീവിതത്തിൽ ബന്ധപ്പെട്ട വളരെ മനസ്സിൽ തട്ടുന്ന വളരെ ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. ഈ കഥ ഇങ്ങനെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഹൃദയാവർജകമായി വർണ്ണിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു. ക്ലാസ് എടുത്തപ്പോ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കണ്ണീര് വയ്ക്കാൻ തുടങ്ങി, വിളിച്ചു തുടങ്ങി. എല്ലാ കുട്ടികളും നിലവിളിച്ചു ഹ്യൂമാനിറ്റീസിന്റെ ക്ലാസ്സിൽ. അതേ കഥയിൽ ഞാൻ പിന്നെ കൊമേഴ്സിന്റെ ക്ലാസ്സിൽ പോയിട്ട് ഇട്ടപ്പോ കണ്ണീര് പോയിട്ട് ഓൽക്കും ഒരു പ്രശ്നം തന്നെയല്ല. കാരണം എന്താണ്? ഹ്യൂമാനിറ്റീസ് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, ചരിത്രം, അങ്ങനെ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. അതാ ഹ്യൂമാനിറ്റീസ് പറഞ്ഞാൽ മാനവികതാ ശാസ്ത്രമല്ലേ. അത് പഠിക്കുന്ന കുട്ടികൾ ഈ കഥ കേട്ടപ്പോൾ നിലവിളിച്ചു. അതേ കോളേജില് അതിന്റെ അപ്പുറത്ത് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് അതേ കഥ ഞാൻ അതേപോലെ എടുത്തു നോക്കി. പക്ഷെ കുട്ടികൾ കരയണില്ല, മാത്രമല്ല ഓർക്കാരൻ കൊമേഴ്സ് പറഞ്ഞാൽ തനി ബിസിനസ്സും കച്ചവടം അതിന്റെ ഒരു ലോകമല്ലേ. അവിടെ ആ പഠിപ്പിക്കണ ഏത് നമ്മൾ പഠിക്കണമെന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ കുട്ടികൾ ഏത് വിദ്യാഭ്യാസമാണ് ഇപ്പൊ പ്രത്യേകിച്ച് നോക്കുകയാണ് നിങ്ങൾ. ഇപ്പൊ കുട്ടികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണമൊക്കെ തന്നെ സാമൂഹ്യ ശാസ്ത്രം അടക്കം എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അവിടെയൊക്കെ സംഭവിക്കുന്നത് ഇത് തന്നെ. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കി. പിന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്തെല്ലാം പൊട്ടത്തരം കുട്ടിക്ക് പഠിപ്പിക്കണം. നമ്മളെ വിശ്വാസമായിട്ട് ഒരിക്കലും ബന്ധപ്പെടാത്ത തരത്തിലുള്ള പല വിവരങ്ങളും കുട്ടിയൊക്കെ നമ്മൾ പഠിപ്പിക്കണം. കാരണം ഈ പാഠപുസ്തകം ഉണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനത്തെ വേറെ ഓരോ വീക്ഷണങ്ങളിലുള്ളവരല്ലേ. അപ്പൊ മാനവികതാ ശാസ്ത്രം പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ അതിലും ഉണ്ടാവും. ഇപ്പൊ ഓൾ മെൻ ആർ ഈക്വൽ. ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഓൾ മെൻ ആർ ഈക്വൽ നമ്മൾ പഠിപ്പിക്കേണ്ടി വരാം കുട്ടിക്ക്. എല്ലാ മനുഷ്യന്മാരും സമന്മാരാണ്, എല്ലാ മനുഷ്യന്മാരും സമന്മാരാണെന്ന് കുട്ടിക്ക് പഠിപ്പിക്കേണ്ടി വരികയാണ്. എല്ലാ മനുഷ്യന്മാരും സമന്മാരാണ്. ഓൾ മെൻ ആർ ബോൺ ഈക്വൽ. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് സമന്മാരായിട്ടാണ് ജനിക്കുന്നത്. പച്ച നുണയല്ലേ ഈ പറയുന്നത്? എല്ലാ മനുഷ്യന്മാരും സമന്മാരായിട്ടാണ് ജനിക്കുന്നത്. തൂക്കത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ചിലർ 2 കിലോ 2.5 കിലോ, ചിലപ്പോൾ 3 കിലോ 4 കിലോ തൂക്കത്തിൽ പോലും വ്യത്യാസം ഉണ്ടാവും. പ്രകൃതിയിൽ വ്യത്യാസം, സ്വഭാവത്തിൽ വ്യത്യാസം, എല്ലാറ്റിലും വ്യത്യാസം ഉണ്ടാവും. കുട്ടിക്ക് ചേരുംകോലം വ്യത്യാസം ഉണ്ടാവും, പലതിലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ മനുഷ്യർ തുല്യരായിട്ടാണ് ജനിക്കുന്നത് എന്നുള്ളതിൽ എന്താ അർത്ഥമുള്ളത്? എല്ലാ മനുഷ്യന്മാരും ഈക്വൽ ആയിട്ടല്ല ജനിക്കുന്നത്. ഓരോ മനുഷ്യരും ഓൾ മെൻ ആർ ബോൺ യുണീക്ക് അല്ലേ. ഓരോ മനുഷ്യനും യുണീക്കായിട്ട്, എവരി മാൻ, ഓരോ മനുഷ്യനും ജനിക്കുന്നത് അതുല്യനായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ നമ്മളതൊക്കെ പഠിപ്പിക്കേണ്ടി വരികയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല വിദ്യാഭ്യാസമാണ് ഇപ്പൊ നമ്മൾ കുട്ടിയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ വിദ്യാഭ്യാസമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസം, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസമാണ് പള്ളിക്കൽ പഠിപ്പിക്കുന്നത്. ആ വിദ്യാഭ്യാസമാണ് ഇത്തരം മതസ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതാണ് മനുഷ്യന് ജീവിതം പഠിപ്പിക്കുന്നത്. മാത്രമല്ല സ്വഭാവത്തിൽ എന്ത് സ്വാധീനം ഉണ്ടാവുന്നത്? നമ്മൾ ഭൗതിക കോളേജുകളിൽ വിദ്യാഭ്യാസം നൽകപ്പെടുന്ന കോളേജുകളിൽ നിന്ന് സ്വഭാവ രൂപീകരണത്തിന്റെ എന്ത് ചാൻസ് അവിടെ ഉണ്ടാവുക? കുട്ടികളെ സ്വഭാവം രൂപീകരിക്കാൻ ഇല്ലാന്ന് മാത്രമല്ല, കുട്ടികൾക്ക് ഉള്ളത് തന്നെ നഷ്ടപ്പെടുന്ന ഒക്കെ കേട് വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും? അവിടുത്തെ കുട്ടികൾക്കിടയിലുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാനോ അല്ലെങ്കിൽ തെർബിയത്ത് കൊടുക്കാനോ തെസ്കിയത്ത് കൊടുക്കാനൊന്നും അത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാവില്ല. ഗുരു ശിഷ്യ ബന്ധം തന്നെ എങ്ങനെയായിരിക്കും അല്ലെ? ഗുരു ശിഷ്യ ബന്ധം പോലും എങ്ങനെയായിരിക്കും? ശിഷ്യന്മാരും ഗുരുക്കളും തമ്മിലുള്ള ബന്ധം എന്താ? അപ്പൊ നാള് പിന്നെ ഇവിടെ പിന്നെ നമ്മള് ഇവിടെ ഒരു കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്ത് അവിടെ ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി, ഒരു കോളേജിൽ മാഷ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ചെന്നു, സയൻസ് പഠിപ്പിക്കാൻ ചെന്ന സമയത്ത് കൊട്ടാരക്കരയിലാണ് ഉണ്ടായത്. കൊട്ടാരക്കരയിൽ ഒരു കോളേജിൽ മാഷ് സയൻസ് പഠിപ്പിക്കാൻ ചെന്നപ്പോൾ ക്ലാസ്സിൽ കുട്ടികളാരുമില്ല.
അപ്പോ മാഷ് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഉറങ്ങി മൂപ്പര്. അങ്ങനെ 4 മണിയായപ്പോണ്ട് എല്ലാവരും ഇങ്ങനെ വരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് വരുന്നു. എവിടെയും നിങ്ങൾ, ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇതിന്റെ അപ്പുറത്ത് ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു, അവിടെ കാണാൻ വേണ്ടി പോയതാണ് പറഞ്ഞു. അപ്പൊ മാഷിന്റെ ദേഷ്യം പിടിച്ചാണ്ട് മാഷാണ് ചീത്ത പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സുള്ള സമയത്ത് ആ ഷൂട്ടിങ്ങിന് പോയി പറഞ്ഞാണ്ട് അത് കാണാൻ പോയിരുന്നോ പറഞ്ഞാണ്ട് അതിന്റെ അങ്ങനെ ചീത്ത പറഞ്ഞതോടുകൂടി കുട്ടികളൊക്കെ പാടെ മാഷയാണ് കൂക്കി അവസാനം ഈ മാഷ ഇടങ്ങേറായി ഹൃദയം പൊട്ടി മരിച്ചു. മരിച്ചു. സംഭവിച്ചതാണ്, കൊട്ടാരക്കരയിൽ സംഭവിച്ചതാ. ഇപ്പൊ എന്താ കുട്ടികൾക്ക് മാഷന്മാര് പറഞ്ഞാല് അപ്പൊ ഇത്തരത്തിലുള്ള വല്ല ബന്ധം ഉണ്ടാവോ? സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മനുഷ്യന്മാർ അന്യനും മനസ്സിലാൻ നാള് ഈ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം മാറി വരുന്ന നിങ്ങൾ നോക്കി. ഞാൻ ഇന്നാൾ കോഴിക്കോട് മുഫീസൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോവുക, റെയിൽവേ സ്റ്റേഷനിൽ ബസ്സിൽ കയറിയിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരു വയസ്സന് ഒരു സീറ്റിലിരിക്കുന്നുണ്ട്, പെണ്ണുങ്ങളെ സീറ്റിലായിരിക്കണം. ഒരു 80 വയസ്സായിട്ട് ഇങ്ങനെ കൂനി ഇരിക്കാണ് ഒരു തന്ത. അപ്പൊ ഒരു പെണ്ണ് വന്നാണ്ട് നോക്ക് 18-ാം വയസ്സ്. ഓളിങ്ങനെ നോക്കിയാണ്ട് എന്താണ് ഈ ബോർഡൊന്നും എഴുതിയതൊന്നും കണ്ടില്ലേ, ഇത് സ്ത്രീകളുടെ സീറ്റല്ലേ, ഇവിടെ വന്നിരിക്കുന്നത് ഈ തന്തനോട്. അതിൽ ഈ തന്ത നീച്ചുകാണ്ട് മാറി ഇരിക്കും എന്ന് പറഞ്ഞാൽ ഈ തന്ത നീച്ചുകാണ്ട് ഇങ്ങനെ കുത്തി പിടിച്ചാണ്ട് അപ്പുറത്ത് ആണുങ്ങളെ സീറ്റ് ഒഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കമ്പിക്കും പിടിച്ച് നിൽക്കണ്ടേ മൂപ്പരെ. അപ്പൊ കണ്ടില്ല നിങ്ങള്, ഒരു പെൺകുട്ടി ഇതൊക്കെ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളവരാണ് ഇപ്പൊ ഇതൊക്കെ. ഈ പുതിയ വിദ്യാഭ്യാസം കിട്ടുന്നതിപ്പോ യാതൊരു ആദരവുമില്ല, മനുഷ്യന്മാരോട് ബഹുമാനമില്ല, പ്രായത്തെ ബഹുമാനിക്കുന്ന രീതി ഒക്കെ നഷ്ടപ്പെടുക. ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇതൊക്കെയാണ്. അവർക്ക് പലതും അറിയും, കമ്പ്യൂട്ടർ അറിയും, അവർക്ക് സയൻസ് അറിയും, അതേപോലെ തന്നെ അവർക്ക് IT അറിയും, ഇൻഫർമേഷൻ ടെക്നോളജി ഇതൊക്കെ അവർക്ക് അറിയും. പക്ഷെ മനുഷ്യന്മാരെ അവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഒരു വിവരമില്ലാത്ത രീതിയിൽ ഇതാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം അങ്ങനെയല്ല. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഒരു ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആക്കല. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അതല്ലേ, മനുഷ്യനെ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആക്കുക. ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഉത്കൃതിതമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. അതിന് മനുഷ്യനിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? മനുഷ്യന്റെ വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ മനുഷ്യനിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്, മൂന്നും കൂടിയതല്ല മനുഷ്യൻ. പക്ഷെ ആത്മാവിനെ പറ്റി മെഡിക്കൽ കോളേജിൽ പോയ ആത്മാവിനെ പറ്റി പഠിക്കോ? മെഡിക്കൽ കോളേജിൽ പോയ ആത്മാവിനെ പറ്റി പഠിക്കോ? എഞ്ചിനീയറിംഗ് കോളേജിൽ പോയ ആത്മാവിനെ പറ്റി പഠിക്കോ? ആത്മാവ് തന്നെ സംഗതി തന്നെ അവിടെ ഉണ്ടാവില്ല. മനുഷ്യനെ പറ്റിയുള്ള പഠനം പോലും പൂർണ്ണമാകണില്ല എന്നർത്ഥം. മനുഷ്യനെ പറ്റിയുള്ള പഠനം പോലും പൂർത്തിയാകണില്ല ആത്മാവിനെ സംബന്ധിച്ച്. അതേസമയത്ത് ആത്മാവ് നോക്കി ഇവിടെ മരിച്ചിങ്ങനെ നടക്കാം. ഭർത്താവ് മരിച്ചു കിടക്കുന്ന സമയത്ത് ഭാര്യ നിറന്തലി കയ്യും കെട്ടിയിട്ട് നിരോളിച്ച് അയച്ചുള്ളവർ പോയല്ലോ നീ ചാരാണെന്ന് പറഞ്ഞ് നിരോളിച്ചപ്പോൾ ആളുകൾ കിടക്കുന്നുണ്ടാവും. ആളുകൂടെ കിടക്കുന്ന സമയത്ത് പറയുന്നത് വെച്ചുള്ളവര് പോയല്ലോ നീ ചാരാണെന്ന് പറഞ്ഞാണ്. അപ്പോ എന്താ ആരാച്ചുള്ളവര് ആരാ പോയത്? ശരീരം ഇവിടെ കിടക്കണില്ലേ? ശരീരം ഇവിടെ കിടക്കുന്ന സമയത്ത് ഉച്ചുള്ളവർ പോയല്ലോ എന്ന് പറഞ്ഞ നിലവിളിച്ച് അപ്പൊ പോയിക്കണേ. ആ പോയതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ആത്മാപ്പായ. അങ്ങനത്തെ ഒരു ആത്മാവിനെ പറ്റിയുള്ള പഠനം തന്നെ എവിടെ ഉണ്ടാവില്ല. മെഡിക്കൽ ജീവനെ പറ്റിയൊക്കെ പഠിക്കും, പക്ഷെ ആത്മാവ് എന്ന് പറഞ്ഞ മനുഷ്യനിൽ അടങ്ങിയിട്ടുള്ള ആത്മാവിനെ സംബന്ധിച്ചുള്ള പഠനം പോലും, അതിന്റെ അസ്തിത്വത്തെ പറ്റി പോലും പഠിക്കാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസം അതിന്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതൊന്നുമല്ല വിവരം. വിവരം എന്ന് പറഞ്ഞാല് നമ്മള് പള്ളി ദർശനം നിന്ന് പഠിപ്പിക്കണേ, മതകേന്ദ്രത്തിൽ നിന്ന് പഠിപ്പിക്കണ വിവരം, അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മൾ. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷെ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആ കാര്യം നമ്മൾ വിസ്മരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ മദ്രസയിലെ മൊയ്‌ലിയർക്ക്, മദ്രസയിൽ ഉസ്താദിന് ശമ്പളം കൂടണം. ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്താ, അതിനുള്ള വരിസംഖ്യ കുറച്ച് കൂട്ടണം. വരിസംഖ്യ ഇപ്പൊ എത്ര കൂട്ടേണ്ടത്? അതിപ്പോ ഇപ്പൊ എത്ര കൊടുക്കണത്? 50 ഉറുപ്പിക എടുക്കണ്ട്. അതിപ്പോ എത്ര കൂട്ടുക? ഒരു 100 അത് വേണോ? 100 അത് വേണ്ട, ഒരു 75 ആക്കിയാൽ മതി മദ്രസയിലെ ഉസ്താദിനെ ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ എന്താ ഈ മദ്രസയിലെ ഉസ്താദ് ഈ കുട്ടിക്ക് അങ്ങനെ ഈ കാര്യം വാപ്പാനോട് നിങ്ങളുടെ പറയുന്ന സമയത്ത് അപ്പഴേ കാര്യം കുട്ടിന്റെ അടുത്ത് വന്നാട് പിന്നെ കുട്ടി വന്നാട് വാപ്പാനോട് പറയുന്നത് വെച്ച് ജിമ്മിന് പോകണമെന്ന് പറയും. ജിമ്മിന് പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യൊക്കെ വീർപ്പിച്ചാൻ വേണ്ടി ജിമ്മിന് പോകണമെന്ന് പറയും. അങ്ങനെ ജിമ്മിന് പോകണമെന്ന് പറയുമ്പോൾ എത്രയാടാ വേണ്ടത്? കൊടുത്ത ഒരു മടി ഉണ്ടാവില്ല അല്ലെ? അപ്പുറത്താണെങ്കിൽ എന്റെ കുട്ടിക്ക് കരാട്ടയ്ക്ക് പോകണമെന്ന് പറയാം, അതിനും മടി ഉണ്ടാവില്ല. കുംഫുവിന് പോകണം, അതിനും മടി ഉണ്ടാവില്ല. കുട്ടി എന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായി. കാരണം കോളേജിലേക്ക് എത്ര ഫീസ്, നീ ട്യൂഷൻ എത്രയാണ്, അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അതിന്റെ ഇടയിലാണ് മദ്രസയിൽ അല്ലെങ്കിൽ പള്ളിക്കലൊക്കെ ഉസ്താദിന് മതം പഠിപ്പിക്കണ ഉസ്താദിന് ശമ്പളം കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു 50 ഉറുപ്പിക കൂട്ടണം എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര മനപ്രയാസം. അതിന്റെ ഇടയിൽ കാരണം ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിരിവേര് വരുന്നത് ഓർക്ക് കൊടുക്കാനും മടി ഉണ്ടാവില്ല, അതിനൊന്നും മടി ഉണ്ടാവില്ല. അതേ സമയത്ത് മദ്രസയിൽ അല്ലെങ്കിൽ പള്ളിക്കലെ ഉസ്താദിന് ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട്
കുറച്ച് പൈസ കൂട്ടാന്ന് പറയുമ്പോൾ ബേജാറ്. ഈ മദ്രസയിലും പള്ളിക്കലും ഉസ്താദ് എന്താ ചെയ്യണത്? ഈ കുട്ടികളെ പഠിപ്പിച്ചാണ് എന്താ ചെയ്യുന്നത്? മദ്രസയിലെ മൂലൊരു കുട്ടിക്ക് അമലിയാത്ത് പഠിപ്പിച്ച് കുട്ടിന്റെ അമല് നന്നാക്കി, അഖായിദ് പഠിപ്പിച്ച് കുട്ടിന്റെ വിശ്വാസം നന്നാക്കി, താരീഖ് പഠിപ്പിച്ചിട്ട് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്ത്, അതേപോലെ തന്നെ അഖലാഖ് പഠിപ്പിച്ചാണ്ട് കുട്ടിന്റെ സ്വഭാവം നന്നാക്കി, സ്വഭാവവും പെരുമാറ്റമൊക്കെ നന്നാക്കി കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടാവും, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അവന്റെ സ്വഭാവം എന്താ അത് നോക്കിയിട്ട് അപ്പൊ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കല് അത് മാഷോടെ എന്തെങ്കിലും ചൂടായിക്കണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. അതല്ലാതെ കുട്ടിന്റെ പെരുമാറ്റം എന്താണ്, മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നോക്കിയിട്ടല്ലോ. അതേസമയത്ത് ദർസിലാണെങ്കിൽ പള്ളിക്കലാണെങ്കിൽ മദ്രസയിലാണെങ്കിൽ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടത്തുകയാണ്, കുട്ടിയുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുകയാണ്, കുട്ടിയുടെ നടത്തവും ഇരുത്തവും ശ്രദ്ധിക്കുകയാണ്, കുട്ടിയുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കുകയാണ്, കുട്ടിയുടെ കേശാലങ്കാരം, മുടി എങ്ങനെ സംവിധാനം അതൊക്കെ ശ്രദ്ധിക്കുകയാണ് അല്ലെ. മറ്റെവിടെയാണെങ്കിലും നോക്കുകയാണെങ്കിൽ എവിടെ ദർസിലല്ലാത്ത മതവിദ്യാഭ്യാസ കേന്ദ്രത്തിലല്ലാത്ത അവിടെ പഠിക്കുന്ന കുട്ടികളല്ലാത്ത ബാക്കിയുള്ള ഏത് കുട്ടിന്റെ മുഖത്ത് നോക്കാനാ നമുക്ക് ഇല്ലേ? ഒന്ന് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ താടി ഏത് കോലത്തിലാണ്, ഓരോരുത്തരുടെ പിന്നെ തല ഏത് കോലത്തിലാണ്, തലമുടി ഏത് കോലത്തിലാണ്, ഇതിലൊന്നും ഒരു ചിട്ടയും വ്യവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വസ്ത്രധാരണ എങ്ങനെയാണ്, ഇതിലൊന്നും ചിട്ടയും വ്യവസ്ഥ ഉണ്ടാവില്ല. ഓരൊക്കെ നോക്കുന്നത് എവിടേക്കായിരിക്കും? ഓരോ നോക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് നോക്കും, ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടിലേക്ക് നോക്കും, അതേപോലെ തന്നെ ഗാനമേളന്റെ ഗായകന്മാരെ നോക്കും, സിനിമയിലെ സീരിയലിലൊക്കെ ഉള്ള സിനിമാ അഭിനേതാക്കളെ നോക്കും. അവരൊക്കെ നോക്കിയിട്ട് സംസ്കാരം വളർത്തുകയാണ്. സ്വന്തം ജീവിതത്തിൽ ഏത് സംസ്കാരം സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ രൂപമൊന്നും ഓർക്കില്ല. ഓരൊക്കെ വേറോരോ രീതിയിൽ അള്ളാനെ പറ്റിയോ അതിനെപ്പറ്റിയുള്ള ചിന്തി വിചാരം ഒന്നുമില്ലാത്ത രീതിയിൽ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നാളെ മറഡോണ വന്ന് തലശ്ശേരിയിൽ വന്നപ്പോ ജാതി മത വ്യത്യാസം പാർട്ടി വ്യത്യാസം അല്ല, എല്ലാവരും തലശ്ശേരി എന്താ ബഡ്സും വണ്ടിയൊക്കെ പിടിച്ചാണ് തലശ്ശേരിക്ക് പോയിക്കുക. എന്താ ഇപ്പൊ മറഡോണൊക്കെ ഉള്ളത്? മറഡോണക്ക് പന്തെട്ടാൻ വയ്ക്കും, നമുക്കും വയ്ക്കും അത്യാവശ്യമൊക്കെ. പക്ഷെ നമ്മളെക്കാളും ഒന്നും കൂടി നന്നായിട്ട് തട്ടാൻ വയ്ക്കും. ഇതാണല്ലോ പ്രത്യേകത അല്ലേ? നമുക്കും വയ്ക്കും തട്ടാനും ഹെഡ് ചെയ്യാനൊക്കെ. അതേസമയത്ത് നമ്മളെക്കാളും ഒന്നും കൂടി നന്നായിട്ട് ഹെഡ് ചെയ്യാനും ഒന്നും കൂടി പന്ത് തട്ടാൻ വയ്ക്കുവാനും ഇതാണല്ലോ പ്രത്യേകത. അതിന്റെ പേരിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മറഡോണയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ പോയി തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ, ഈ മറഡോണയെ പടച്ചവനെ പറ്റി എന്ത് വിവരമുള്ളത്? മറഡോണക്ക് പന്തട്ടാൻ വെച്ചത് മറഡോണിനെ പടച്ചുണ്ടാക്കിയതുകൊണ്ടല്ലേ? മറഡോണക്ക് പന്ത് പടച്ചുണ്ടാക്കി കൊടുത്തതുകൊണ്ടല്ലേ? കാല് പടച്ചുണ്ടാക്കി കൊടുത്തുകൊണ്ടല്ലേ? തല പടച്ചുണ്ടാക്കി കൊടുത്തുകൊണ്ടല്ലേ? ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഈ സൃഷ്ടിയുടെ ഒക്കെ കർത്താവായിട്ട് അള്ളാഹു തആല എന്ന് പറയുമ്പോൾ അള്ളാഹിനെ പറ്റി പഠിക്കണ്ടേ? ആ അള്ളാഹിനെ മനസ്സിലാക്കണ്ടേ അല്ലേ? അങ്ങനെയാണല്ലോ അള്ളാഹിനെ ഏറ്റവും വലിയവനായിട്ട് മനസ്സിലാക്കണ്ടേ? അതാണ് പള്ളിയിൽ. അതാ ഞാൻ എത്തുകയാണ്. പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. ഉമറ കോൺഫറൻസ് ആണല്ലോ. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രാധാന്യം കൊടുത്തു നിൽക്കേണ്ടവരാ. പള്ളിയാണല്ലോ അടിസ്ഥാനം. ഒരു പള്ളി മഹല്ലാണല്ലോ അടിസ്ഥാനമായിട്ടുണ്ടാവുക. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ മഹലിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പള്ളി ഉണ്ടാവുക. പള്ളിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒന്നും പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പള്ളി പറഞ്ഞാല് ആലമു ഷഹാദത്തിൽ നിന്ന് ആലമുൽ ഗൈബിലേക്ക് തുറക്കപ്പെട്ട വാതായനമാണ് പള്ളി. നമ്മളൊരു പള്ളിയിലേക്ക് പോണ സമയത്ത് നമ്മൾ ഈ ഭൂമി ലോകത്ത് ആലമു ഷഹാദത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൃശ്യപ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ദ്രിയ വിധേയമായിട്ടുള്ള ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വേർപെട്ടുകൊണ്ട് അതീന്ദ്രിയമായ ലോകത്തിലേക്ക് കണ്ണു തുറക്കാൻ കാതു തുറക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്കാണ് പോണത്. അത്ര പവിത്രമായിട്ടുള്ള കേന്ദ്രമല്ലേ പള്ളി എന്ന് പറഞ്ഞാൽ? ആലമുൽ ഗൈബിലേക്ക് തുറക്കപ്പെട്ട കവാടാണ് പള്ളിന്റെ കവാടം എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് ആ ലോകത്തിരുന്നുകൊണ്ട് പാഠങ്ങൾ പഠിക്കുന്ന കുട്ടികൾ, അള്ളാഹിനെ പറ്റി പഠിക്കുന്ന കുട്ടികൾ, റസൂലുള്ളാഹിനെ പറ്റി പഠിക്കുന്ന കുട്ടികൾ, ജീവിതം എന്താന്ന് പഠിക്കുന്ന കുട്ടികൾ, ജീവിതത്തിന്റെ ലക്ഷ്യം പഠിക്കുന്ന കുട്ടികൾ, ജീവിതത്തിന്റെ മടക്കം എവിടുക്കാന്ന് പഠിക്കുന്ന കുട്ടികൾ, അതനുസരിച്ച് ഈ ലോകത്ത് എങ്ങനെയാണ് സ്വഭാവം ക്രമപ്പെടുത്തേണ്ടതെന്നുള്ളതിനെ പറ്റി പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ സ്വഭാവ രൂപീകരണം നടത്തുന്ന കുട്ടികളാ പള്ളിയിൽ. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് മഹല്ലിലെ ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരാരായിരിക്കണം? അതേപോലെ തന്നെ മഹല്ലിനും തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മഹല്ല് ഇസ്ലാമിക ഭരണം നിലവിലില്ലാത്തയിടത്ത് മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്നതിന്റെ രൂപമാണ് പള്ളി അല്ലേ? ഇസ്ലാമിക ഭരണം നിലവിലില്ലാത്ത നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്കുലർ രാജ്യത്താണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സെക്കുലർ രാജ്യമായ ഇന്ത്യയില്, മതേതര രാജ്യമായ ഇന്ത്യയില് മതേതരരായി ജീവിക്കേണ്ടവരല്ല മുസ്ലിങ്ങള്, മതേതര രാജ്യത്ത് മതപരമായി ജീവിക്കേണ്ടവരാ മുസ്ലിങ്ങള് അല്ലെ? മതേതര രാജ്യത്ത് ജീവിക്കണം, മതേതരത്വത്തിന്റെ എല്ലാം അംഗീകരിച്ചുകൊണ്ട്. പക്ഷെ നമ്മൾ ജീവിതം എങ്ങനെയാണ്? മതേതരല്ലല്ലോ, മതപരമല്ലേ? അപ്പൊ മതേതര രാജ്യത്ത് മതപരമായി ജീവിക്കേണ്ടവരാ. മതപരമായ ജീവിതം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ജീവിതം മാത്രമല്ല, സാമൂഹികമായ ജീവിതവും ഉൾക്കൊള്ളുന്നതാ അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ. ലതൻഖല്ലൻ ഉറൽ ഇസ്ലാമി ഉറുവത്തൻ വകുല്ല മൻ തഖൽത ഉറുവത്തൻ തശബ്ബസ നാസു ബില്ലതി തലിഹാ ഫഅവലുഹാ നഖലനൽ ഹുക്മു വആഖിറുഹാ സലാത്ത്. ലതൻഖല്ലൻ ഉറൽ ഇസ്ലാമി ഉറുവത്തൻ ഇസ്ലാമിന്റെ ഓരോ വശങ്ങൾ അടർന്നടർന്നു പോയിക്കൊണ്ടിരിക്കും. വകുല്ല മൻ തഖൽത ഉറുവത്തൻ ഓരോ ഭാഗം അടർന്നു പോകുമ്പോൾ തശബ്ബസ നാസു ബില്ലതി തലിഹാ അടുത്തതുമായി ആളുകൾ ഒട്ടിപ്പിടിക്കും. ഫഅവലുഹാ നഖലനൽ ഹുക്മു
അതില് ആദ്യമായിട്ട് ഇസ്ലാമിൽ നിന്ന് അടർന്നു പോകുന്നത് ഇസ്ലാമിന്റെ ഹുക്കുമുകളായിരിക്കും, വിധികളായിരിക്കും. ഇസ്ലാമിക ഭരണം ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ വിധികൾ അടർന്നു പോയിക്കൊണ്ടിരിക്കുക. വാഹുറുഹ അസലാത്ത്, അവസാനത്തെ നിസ്കാരകാരം പോവുകയാണ്. അപ്പോ നമ്മള് ഹുക്കുമ് അത് ഈ ഹുക്കുമും സലാത്തും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള മനുഷ്യന്റെ ഒരു ജീവിതക്രമമാണല്ലോ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ പശ്ചാത്തലത്തിൽ, ഈ പ്രദേശത്തെ, നമ്മുടെ ഒരു പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ എങ്ങനെ സാമൂഹികമായി ജീവിക്കണം എന്നതിന്റെ ക്രമമാണ് യഥാർത്ഥത്തിൽ മഹല്ല് എന്ന് പറഞ്ഞാൽ. ആ മഹല്ലിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പള്ളി, ആ പള്ളിയിൽ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നൽകപ്പെടുന്ന പള്ളി ദർസ സമ്പ്രദായം, അതേപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നൽകപ്പെടുന്ന മദ്രസ സമ്പ്രദായം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിന്റെ നേതൃത്വം നൽകുന്നവരാണ് യഥാർത്ഥത്തിൽ ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഉമറാക്കൾ എങ്ങനെയായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കണേ, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് അസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി, അല്ലാഹുവിന്റെ പള്ളി സംരക്ഷിക്കും, നിർമ്മിക്കും, പരിപാലിക്കും ചെയ്യണവരാരാ? മൻ ആമന ബില്ലാഹി, ഒന്നാമത്തെ ക്വാളിറ്റി അല്ലാഹുവിൽ നല്ല വിശ്വാസമുള്ളവരാവുക. അള്ളാന്റെ പള്ളിയല്ലേ സംരക്ഷിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള മഹല്ലല്ലേ. അപ്പോ അള്ളാഹുവിലുള്ള വിശ്വാസം ഏറ്റവും ശക്തമായിട്ട് വിശ്വാസമുള്ളവരാകുക. പിന്നെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടാകുക. പിന്നെ വാക്കാമ സലാത്ത, നമസ്കാരം നിർവഹിക്കുക എന്ന് മാത്രമല്ല, നമസ്കാരം മുറപ്രകാരം സ്ഥാപിച്ച് നടത്തിക്കൊണ്ടുവരില്ല. ഇഖാമത്ത് സ്വലാത്ത് പറഞ്ഞാല് നമ്മൾ പോയിട്ടാണ് നിസ്കരിച്ചത് മാത്രമല്ല. ഇഖാമത്ത് സ്വലാത്ത് പറഞ്ഞാൽ അൽ ഖിയാമു ബിസ്സലാത്തി അല്ല, നമ്മൾ നിസ്കരിച്ചതല്ല. നിസ്കരിക്കുക എന്നുള്ളതിന്റെ കൂടെ തന്നെ നമസ്കാരം നിലനിർത്തല. അല്ലദീനയും മക്കന്നാഹും ഫിൽ അർദി അഖാമു സ്വലാത്ത വആതൂ സകാത്ത വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകരി. ഭൂമിയിൽ എവിടെയെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ, അല്ലെ, ഭൂമിയിൽ സ്ഥാനമാനം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലദീനയും മക്കന്നാഹും ഫിൽ അർദി, ഭൂമിയിൽ അവർക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്താലേ അവർ ചെയ്യണത് എന്താ? അഖാമ സ്വലാത്ത വആതൂ സകാത്ത, അപ്പോ നിസ്കാരം നിലനിർത്തുക, അതുപോലെ തന്നെ സക്കാത്ത് നടപ്പിൽ വരുത്തുക. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യലാണ് സ്ഥാനം കിട്ടിയത്. അപ്പൊ അതിൽ ഒന്നാമതായി പറഞ്ഞ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി, പിന്നെ വആത സക്കാത്ത്, സക്കാത്ത് കൊടുക്കുക, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യാം. ഇതാണ് ഒരു പള്ളി, ഒരു മഹല്ല് സംവിധാനിക്കുമ്പോൾ ആ മഹല്ലിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് അല്ലാഹു തആല പറയണേ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി, അല്ലാഹുവിലുള്ള വിശ്വാസം ദൃഢമായിട്ടുണ്ടാവുക. അള്ളാഹുവിലുള്ള വിശ്വാസം ദൃഢമായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ പള്ളി സംരക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വേണം. അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, മനസ്സിൽ ശരിക്കും ഉണ്ടാവണം. ഉറച്ച വിശ്വാസമാവുക. വിശ്വാസത്തെ വളർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ഉള്ളതിനേക്കാൾ കൂടുതൽ വളർത്താൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്നാ പോരാ, എല്ലാ ദിവസവും ദിവസം നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളർത്തി കൊണ്ടുവരണ്ടേ. അപ്പോ വിശ്വാസത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, പടച്ചവനെ കണ്ടെത്താൻ വേണ്ടി, പടച്ചവനെ മനസ്സിലാക്കാൻ വേണ്ടി, അവനെ ഉൾക്കൊള്ളാൻ വേണ്ടി, നമ്മളെ ഉള്ളിലുള്ള പടച്ചവണ്ടല്ലോ, ആ പടച്ചവന്റെ അടുത്തേക്ക് എത്താൻ കുറച്ച് പണിയല്ലേ. بنيت في جوف ابن آدم قصرا وفي القصر صدرا وفي القلب فؤاد قلبا وفي القلب فؤادا وفي الفؤاد شغافا وفي الشغاف لبا وفي اللب سرا وفي السر أنا. എവിടെ അല്ലാഹു തആല ഉള്ളത്? ബനൈതു ഫി ജോഫി ബിനി ആദമ, മനുഷ്യന്റെ ഉള്ളിൽ ഞാൻ പണിത് വെച്ചിട്ടുണ്ട് ഖസ്റൻ, ഒരു മാളിക. വഫിൽ ഖസ്രി, ആ മാളികന്റെ ഉള്ളിലാണ് സദറൻ, നമ്മുടെ സദർ ഉള്ളത്. വഫി സദരി, അതിന്റെ ഉള്ളിലാണ് ഖൽബൻ, നമ്മുടെ ഹൃദയമുള്ളത്. വഫിൽ ഖൽബി ഫുആദൻ, അതിന്റെ ഉള്ളിലെ ഫുആദ്. വഫിൽ ഫുആദി ശഗാഫൻ, അതിന്റെ ഉള്ളിൽ ഒരു ഉള്ളറയുണ്ട്. വഫി ശഗാഫി ലുബ്ബൻ, ആ ഉള്ളറക്കുള്ളിൽ ഉൾക്കാമ്പുണ്ട്. വഫിൽ ലുബി, ആ ഉൾക്കാമ്പിനുള്ളിൽ സിറൻ, ഒരു രഹസ്യമായ അറയുണ്ട്. വഫി സിരിയാന, അതിന്റെ അകത്ത് ഞാനുണ്ട്. അല്ലാഹു തആല അള്ളാഹിനെ പറഞ്ഞു തരിക, അള്ളാഹിനെ പറ്റി നമുക്ക് പറഞ്ഞുതരാം. ഓനെ എവിടെയാണ് നമ്മളെ ആന്തരികമായിട്ടുള്ള നമ്മുടെ അള്ളാഹ് എവിടെയാണ്? അപ്പൊ നമ്മളെ ഉള്ളിലുള്ള അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി ഈമാനെ വളർത്തുക എന്ന് പറഞ്ഞത് ഒരുപാട് പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാ. അപ്പൊ ഈമാൻ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈമാൻ നല്ല ഉറച്ച വിശ്വാസം ഉണ്ടാകുക, ആ ഉറച്ച വിശ്വാസത്തെ പരിപോഷിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കുക. അതാണ് മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസം ഉണ്ടാവുക, ഉറച്ച വിശ്വാസം ഉണ്ടാവുക. മരണത്തോടുകൂടി മനുഷ്യൻ അവസാനിക്കണില്ല, മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതം തുടരുക ചെയ്യണത് എന്നുള്ളൊക്കെ വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസം ഉണ്ടാകുമ്പോഴല്ലേ മനുഷ്യൻ നേരെയാവുക, അല്ലെ? അപ്പൊ ഞാൻ നാളെ ഒരു സ്ഥലത്തേക്ക് ബസ്സിൽ ഇങ്ങനെ പോവാ, പാലക്കാട്ടേക്ക് പോവുകയാണ് ബസ്സിൽ. അപ്പൊ ബസ് ഭയങ്കര തിരക്ക്, ഇരിക്കാൻ പോയിട്ട് നിൽക്കാനും കൂടി സ്ഥലമില്ല. അപ്പൊ ആ ബസ്സിൽ ഇങ്ങനെ പോണ സമയത്ത് കമ്പിക്കും പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സീറ്റ് കണ്ടു. ആ സീറ്റ് ഇങ്ങനെ ലേശം ഇങ്ങനെ നീണ്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ ഇരുന്നു. അപ്പൊ അത് ബസ്സിന്റെ സീറ്റിനോട് ചേർത്ത് ഒരു ചിപ്സിന്റെ പെട്ടി വെച്ചതാ.
ചിപ്സിന്റെ പെട്ടിക്ക് ബസ്സിന്റെ സീറ്റിന്റെ അതേ കളറായതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടിരുന്നു. അപ്പൊ കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, ചിപ്സ് ആണ് അതിന്റെ ഉള്ളിൽ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എണീറ്റാണ് എനിക്ക് അതോടുകൂടി എനിക്ക് വിഷമായി. പഠിച്ചവനെ ഈ ചിപ്സും പെട്ടിന്റെ ഉള്ളിലുള്ള ഞാൻ ഇരുന്നതുകൊണ്ട് പൊട്ടിയിട്ടുണ്ടാവുമോ. അങ്ങനെ ആ അസ്വസ്ഥതയോടുകൂടി ഇങ്ങനെ മനപ്രയാസത്തോടുകൂടി ഇങ്ങനെ നിന്ന് അവസാനം മണ്ണാർക്കാട് എത്തിയിട്ട് ബസ്സിൽ തിരക്കൊക്കെ കുറഞ്ഞു. തിരക്ക് കുറഞ്ഞപ്പോൾ ഞാൻ ചെന്നുകാണ്ട് കണ്ടക്ടർ എടുത്തിരുന്നിട്ട് പറഞ്ഞു, പിന്നെ ആ ചിപ്സ് ആരൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവരുടെ നമ്പർ എനിക്ക് വേണമെന്ന് പറഞ്ഞു, ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞു. അത് എന്തിനാന്ന് ചോദിച്ചു. അല്ല ഞാൻ ഇരുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ചോദിച്ചു, പക്ഷെ അറിയാതെ ഇരുന്നു പോയി. ഞാൻ ഇരുന്നതുകൊണ്ട് ഇപ്പോൾ കെട്ടിക്കല്ലേ, അതിന്റെ ഉള്ളിലുള്ളത് പൊട്ടിക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതിൽ ഒന്നോ രണ്ടോ കഷ്ണയിൽ പൊട്ടിക്കണേ ഞാൻ ഉത്തരവാദിയല്ലേ, എനിക്ക് അവരെ പറഞ്ഞ് പൊരുത്തപ്പെടിച്ചാൽ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടക്ടർ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ കർക്കിടാങ്ങുന്നത്, അല്ല ഏത് ലോകത്തിനാണോ ചോദിച്ചത് പറഞ്ഞു. ഞാൻ ഈ ലോകത്തിനെ ഈ ലോകത്തിനാവില്ല, വേറെ എവിടുന്ന് വരേക്കാരം. ഈ ലോകത്ത് ജീവിക്കുന്ന ആള് ഇന്നത്തെ അവസ്ഥയിൽ ബസ് തിരക്കുള്ളതാണെന്ന് കൊണ്ടുപോകുന്നവർക്കും അറിയാം. ബസ്സിൽ ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ തിരക്കുള്ള ബസ്സാണ്, അത് ചിലപ്പോൾ ഒന്നും രണ്ടും കണ്ടൊക്കെ പൊട്ടുന്നു കൊണ്ടുപോകുന്നവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടെണ്ണം പൊട്ടിന്ന് വിചാരിച്ചാൽ നിങ്ങൾ അതിൽ വിഷമിക്കൊന്നും വേണ്ട, അതിന് ഫോൺ വിളിച്ചാൽ നിൽക്കൊന്നും വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് പറയാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റൂല. കാരണം ഞാന് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ മായസരി ചെന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കാരം. കാരണം നമുക്ക് അവർക്കാണല്ലോ എത്തേണ്ടതേ അല്ലേ. ബാക്കിയുള്ള ഏത് പ്രവർത്തനം കൊണ്ടും ഈ ഭൂമിയിൽ നമുക്ക് പലതും ആകാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടുത്തെ സഭകളിലൊന്നും എത്തിയാൽ പോരല്ലോ. ഇവിടുത്തെ സഭയിൽ ഇവിടെ പ്രവർത്തിച്ചാലേ ഏരിയയിൽ നമുക്ക് ചിലപ്പോൾ ഗ്രാമസഭയ്ക്ക് എത്താൻ പറ്റും, അവിടുന്ന് പോയാൽ പിന്നെ നഗരസഭയ്ക്ക് എത്താൻ പറ്റും, അവിടുന്ന് പോയാൽ പിന്നെ നിയമസഭയ്ക്ക് എത്താൻ പറ്റും, അവിടുന്ന് പോയാൽ പിന്നെ ലോകസഭയ്ക്ക് എത്താൻ പറ്റും, അവിടുന്ന് പോയാൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് എത്താൻ പറ്റും. നമുക്ക് ഗ്രാമസഭയ്ക്ക് എത്തിയാൽ പോരല്ലോ, നമുക്ക് നഗരസഭയിൽ എത്തിയാൽ പോരല്ലോ, നമുക്ക് നിയമസഭയ്ക്ക് എത്തിയാൽ പോരല്ലോ, നമുക്ക് ലോകസഭയിൽ എത്തിയാൽ പോരല്ലോ, ഐക്യരാഷ്ട്രസഭയിൽ എത്തിയാൽ പോരല്ലോ, നമുക്ക് മത്സര വൻസഭയ്ക്കല്ലേ എത്തേണ്ടതേ. അപ്പൊ അവിടെ ഇങ്ങനെ ചെന്നുകാണ്ട് ആ സഭയിൽ ചെന്നുകാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തേക്കാരം ഈ ചെങ്ങായി 4 ചിപ്സും കണ്ടായിട്ട് എന്റെ അടുത്ത് വരും. പിന്നെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ചെറിയൊരു വക്കലുണ്ട്, കുറഞ്ഞൊരു കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൊട്ടിച്ചതാണ് ഈ ചിപ്സ് 4 കണ്ടതിനുള്ള വക തന്നാൽ നമുക്ക് വലിയ കൈസിലാണ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീപ്പായില്ലേ. അതുകൊണ്ട് തെരും നമ്പർ പറഞ്ഞു. ഞാൻ നമ്പർ വാങ്ങിയിട്ട് വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു. അല്ല അങ്ങനെ ദിവസം ചിപ്സ് ഉണ്ടായപ്പോൾ അതിൽ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ പെട്ടിയിലെ ചിപ്സും കണ്ട പൊട്ടിയെന്ന് ചോദിച്ചു. ഇല്ല പൊട്ടിയിട്ടൊന്നുമില്ല, എന്തേ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം ചോദിച്ചു. അല്ല ഞാൻ അബദ്ധവശാലും ഇരുന്നിരുന്നു, അപ്പൊ പൊട്ടിക്കണമെങ്കിൽ അതിന് നഷ്ടപരിഹാരം തന്നെ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം, അതിന് വേണ്ടിയിട്ട് ചോദിച്ചതാണ്. കാരണം അത് നിങ്ങൾ ചിപ്സ് ആകെ പൊട്ടിയിരുന്നെങ്കിലും ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. കാരണം ഇങ്ങനെയൊന്നും ഇപ്പൊ ഈ കാലത്ത് ആരും ചോദിക്കലില്ല. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് പരലോകത്തിലുള്ള വിശ്വാസം ഉണ്ടാവുമ്പോഴാ അതാ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം എങ്ങനത്തെ വിശ്വാസം? ജീവിതത്തിൽ ഇഫക്റ്റ് ഉള്ള വിശ്വാസം. വിശ്വാസം ഒരു ഭാഗത്തുണ്ടാവും, പക്ഷെ ജീവിതത്തിലേക്ക് അത് വരില്ല. അങ്ങനെയുള്ളതല്ല. വിശ്വാസം ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള, സ്വാധീനമുള്ള വിശ്വാസം, അത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടാകുക. മനാമന ബില്ലാഹി, അള്ളാഹുലുണ്ടാകുക, പരലോകത്തിലും വിശ്വാസം ഉണ്ടാകുക. ആ വിശ്വാസം ഉറച്ച വിശ്വാസമാകുക. ആ വിശ്വാസത്തെ കൂടുതൽ വളർത്തിക്കൊണ്ടിരിക്കുക, ദൈനംദിനം വളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ വളർത്തുക. അപ്പൊ ആമന ബില്ലാഹി വല്യമില്ല വാ അഖാമ സലാത്ത, നമസ്കാരം നിലനിർത്തുക. പറഞ്ഞാൽ മഹല്ല് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അവിടുത്തെ ഞാൻ വന്നത് മഹല്ല് സംവിധാനത്തിന്റെ മറഡോണയിൽ നിന്ന് ഇതിലേക്ക് വരാൻ അതാ കാരണം. അഖാമ സലാത്ത വാക്ക്, നമസ്കാരം നിലനിർത്തുന്ന സമയത്ത് മഹലിൽ ബാങ്ക് കൊടുക്കുമല്ലോ, മഹലിലാവുമ്പോ പള്ളി ഉണ്ടാവുമല്ലോ, പള്ളിക്കൊന്ന് ബാങ്ക് കൊടുക്കുമല്ലോ. ബാങ്കിൽ ഒന്നാമത് പറയുന്ന വാക്കെന്താ? അള്ളാഹു അക്ബർ എന്നല്ലേ. എന്താ അള്ളാഹു അക്ബർ എന്നുള്ള വാക്കിന്റെ അർത്ഥം? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ സൈദ്ധാന്തിക വശമാണ്. അതിന്റെ ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഇത് രണ്ടും പഠിപ്പിക്കുന്നുണ്ട് ബാങ്കിൽ കൂടി. ബാങ്കിനെ പറ്റി മഹല്ലിലെ ഉമറാക്കൾക്കും മഹല്ല് കമ്മിറ്റിക്കാർക്കും ഈ ബോധമുണ്ടോന്ന് ചിന്തിക്കണം. ബാങ്കിനെ പറ്റി ഈ ബോധമുണ്ടോന്ന് ചിന്തിക്കണം. എന്താ ബാങ്ക് പറഞ്ഞാല് നേരെയിക്കണു, ബാങ്ക് നിസ്കരിക്കാൻ നേരെയിക്കണമെന്ന് അറിയിക്കാനുള്ള ഒരു ഒച്ച മാത്രമല്ല, തൗഹീദ് പഠിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക ബാങ്കിൽ കൂടി. തൗഹീദിന്റെ 2 വശവും, തൗഹീദിന്റെ പ്രാക്ടിക്കൽ സൈഡും തൗഹീദിന്റെ തിയററ്റിക്കൽ സൈഡും രണ്ടും പഠിപ്പിക്കുക. അള്ളാഹു അക്ബർ എന്നുള്ള വാക്ക് പറയുമ്പോൾ തൗഹീദിന്റെ സൈദ്ധാന്തികമായ വശം, അള്ളയാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാല് അതില് അള്ളയാണ് ഏറ്റവും വലിയവൻ എന്നുള്ള സൈദ്ധാന്തികമായ വശം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ഏറ്റുപറയലോ ബാങ്ക് കൊടുക്കുമ്പോ. ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് ഏറ്റുപറയില്ലേ?